ഇല്ലെങ്കിൽ ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവരമെങ്കിലും ഉണ്ടായാൽ നല്ലതാണ്. അത് വിവരമില്ലാതെ ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ്, ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ്, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ, അതുകൊണ്ട് ഞങ്ങൾ പറയാം നിങ്ങളൊക്കെ അനുസരിക്കുക എന്നുള്ള ഒരു വലിയേട്ടൻ നയം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊന്നുമല്ല, ഒരു കീടം പോലുമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിജീവിയും ഖുർആനിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കെൽപ്പൊന്നും ഒരു മനുഷ്യനുമില്ല. ഏത് സാധാരണക്കാരനും പറയാൻ പറ്റിയ കാര്യങ്ങളാണ് അത്രേ ഖുർആനിൽ. ഒറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ, അറേബ്യയിൽ അന്ന് മുഹമ്മദ് നബി അല്ലാത്ത ഒരുപാട് സാധാരണക്കാരില്ലേ? അവരാരെങ്കിലും പറഞ്ഞ ചില വാക്കുകൾ ലോകം മുഴുവൻ അംഗീകരിക്കുകയും 23 വർഷം കൊണ്ട് അറേബ്യ മുഴുവൻ ഒരു സാമ്രാജ്യമായി മാറുകയും 100 കൊല്ലം കഴിയുന്നതിന് മുമ്പ് അറിയപ്പെട്ട ലോകത്തിൻ്റെ 1/3 ഭാഗം മുഴുവനും ഈ വിഭാഗത്തിൻ്റെ കയ്യിലായി മാറുകയും ലോകത്ത് ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ അംഗീകരിച്ചുകൊണ്ട് ഒരു വലിയ സംസ്കാരവും സംസ്കൃതിയും കെട്ടിപ്പടുത്ത ഒരു വാക്ക് പറഞ്ഞ ഒരു സാധാരണ അറബിയെ കാണിച്ചു തരും നിങ്ങൾ. ഒരു വാക്ക് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം 130 150 കോടി മനുഷ്യർ അത് നെഞ്ചേറ്റി അംഗീകരിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അത് പാലിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ സംസ്കൃതി സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു വാക്ക് ലോകത്തേതോ അറബി പറഞ്ഞിട്ടുണ്ടോ? ലോകത്ത് പണ്ടത്തെ 7-ാം നൂറ്റാണ്ടിലെ അറബി പറയണ്ട, ഇന്നത്തെ ഒരു ബുദ്ധിജീവിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കൊന്ന് പറയാമോ അങ്ങനത്തെ ഒരു വാക്ക്? അങ്ങനത്തെ ഒരു പുസ്തകം നിങ്ങൾക്കുണ്ടാക്കാമോ? ഖുർആന്റെ വെല്ലുവിളി അവിടെ ഉണ്ട്. വീണ്ടും ചോദിക്കുന്നു, അങ്ങനത്തെ ഒരു പുസ്തകം കേവലനായ 6-ാം നൂറ്റാണ്ടുകാരനായ 7-ാം നൂറ്റാണ്ടുകാരനായ എഴുത്തും വായനയും അറിയാത്ത ഒരു മുഹമ്മദ് സ്വന്തമായിട്ട് തോന്നിയതൊക്കെ എഴുതി വെച്ചതായിരുന്നു ഖുർആനെങ്കിൽ ഇന്ന് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ലേ, ശാസ്ത്രജ്ഞന്മാരോ എന്തൊക്കെയോ പേര് പറയണ വലിയ വലിയ വിവരമുള്ള ആൾക്കാർ, അവരോട് ആരെങ്കിലും ഒരു പുസ്തകം എഴുതാൻ പറ. ആ പുസ്തകം എഴുതിയിട്ട് ഇങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? ഒരു പുസ്തകം കാണിച്ചു തരണം, ആരോ എഴുതിയത്. അതിലൊരുപാട് സാമൂഹിക നിയമമുണ്ട്, അത് ഇസ്ലാമിലെ സാമൂഹിക നിയമങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു പുസ്തകം 1400 കൊല്ലമായിട്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്ര വികസിച്ചിട്ട് എഴുതിയുണ്ടാക്കാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. അത് 6-ാം നൂറ്റാണ്ടിൽ എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിന് തോന്നിയത് എഴുതിയതല്ല. തോന്നിയത് എഴുതുകയാണെങ്കിൽ അതിനേക്കാൾ വിവരമുള്ള ആൾക്കാരല്ലേ നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഈ ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ വളരെ വിദ്യാസമ്പന്നരാണെന്നാണ് പറയണത്. പ്രൊഫസർമാരാണ്, അവർ മാഷന്മാരാണ്, അവർ ടീച്ചർമാരാണ്, അവരാരൊക്കെയാണ്. നിങ്ങൾക്ക് അതിനേക്കാൾ വിവരമില്ലേ? എന്നാൽ നിങ്ങളൊന്ന് എഴുതിത്ത ഒരു പുസ്തകം, എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിക്ക് നോക്കാമല്ലോ. പറ്റിയിട്ടില്ല. സാമ്പത്തിക നിയമങ്ങൾ, ഖുർആനിൽ സാമ്പത്തിക നിയമമുണ്ട്, മുഹമ്മദ് നബി അവതരിപ്പിച്ചു തന്നതാ. അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക നിയമം അവതരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു നൊബേൽ പ്രൈസ് കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന് സാധ്യമാണോ? അയാൾ എഴുതിയതൊരു പുസ്തകം കൊണ്ടുപോവാ നോക്കാമല്ലോ, ഖുർആനേക്കാൾ മെച്ചമാണോ എന്ന് കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ പിന്നെ അത് സാധാരണ മുഹമ്മദ് എന്തോ എഴുതിയതൊന്നും ആവില്ല. ഇസ്ലാം യുക്തിവാദത്തെ അതിജയിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആരൊക്കെയോ ചിലർ പറഞ്ഞുണ്ടാക്കുന്ന ആരോപണങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മറുപടി കേൾക്കേണ്ട ഒരാൾ പോലും ഈ സദസ്സിലില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആരോപണം ഇല്ലാത്തവരാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഇസ്ലാമിന് ആരോപണം ഉന്നയിക്കണമെന്നോ ഇസ്ലാം ശരിയല്ലെന്നോ ഖുർആൻ ശരിയല്ലെന്നോ ഒക്കെ തോന്നുന്ന ആളുകൾ ഇങ്ങനെയുള്ള വേദിയിൽ വരികയില്ല. അപ്പോൾ പിന്നെ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു സമയമാണ് ഇത് പറയേണ്ടത്. അത് ആരോപകർ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒരു വല്ലാത്ത സമയമാണ്. ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇതിന് തത്തുല്യമല്ലെങ്കിൽ പോലും 1980കളിൽ 80 മുതൽ മുകളിലോട്ട് കുറച്ചു കാലം കേരളത്തിൽ ഈ യുക്തിവാദി, അന്ന് ഒരു പേരേ ഉള്ളൂ, ഇന്ന് പേരതൊന്നും അല്ല കേട്ടാ, യുക്തിവാദി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ രംഗത്ത് വരികയും മതങ്ങളെ മൊത്തത്തിൽ വിമർശിക്കുകയും മതവിശ്വാസം മുഴുവൻ അന്ധവിശ്വാസമാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഏതാണ്ട് അങ്ങനെ പറഞ്ഞു നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം വലിയ പ്രവർത്തനമൊന്നുമില്ലാതെ ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇപ്പോൾ നമ്മുടെ അത്യന്താധുനിക വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയാവുന്ന നമ്മുടെ സോഷ്യൽ മീഡിയകൾ രംഗത്ത് വന്നതോടുകൂടി
ഇവർ ഇത്തിരി തലകുടഞ്ഞ് ഒന്ന് പുറത്തേക്ക് വരികയും ഹയർ സെക്കൻഡറി ക്യാമ്പസുകൾ, കോളേജ് ക്യാമ്പസുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുകൊണ്ട് മതവിശ്വാസികളായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മതത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ആസൂത്രിതവും എന്നാൽ ശക്തവുമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിമർശകർ അത് കേട്ടില്ലെങ്കിലും നമ്മളത് കേട്ടേ മതിയാകും. ആ ഒരു നിലക്കായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മക്കളാരെങ്കിലും ഏതാണ്ടൊരു +1 +2 ലെവലിൽ ഏതെങ്കിലും ക്യാമ്പസിൽ പഠിക്കുന്നുണ്ടോ, സ്കൂളുകളിൽ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ, അതിനുശേഷം ഡിഗ്രി തലങ്ങളിലോ മറ്റോ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ ക്യാമ്പസുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചില കുട്ടികളും ഉണ്ട്. ഈ കുട്ടികൾക്ക് മതമില്ല. അതുപോകട്ടെ, മതം ഉള്ളവരെ കൂടെ കൂട്ടി അവരോട് പല ദിവസങ്ങളിലായി പലതും സംസാരിച്ച് അവസാനം നമ്മുടെ മതവിശ്വാസികളായ ധാരാളം കുട്ടികൾ, എനിക്ക് പറയാൻ പറ്റും, ഇപ്പോഴും മഫ്തയും പർദ്ദയും ധരിച്ച് നടക്കുന്ന നിരീശ്വരവാദികളായ പെൺകുട്ടികൾ കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട്. അവർ പർദ്ദയിടുന്നുണ്ട്, അതല്ലെങ്കിൽ ചൂരിദാർ ധരിക്കുന്നുണ്ട്, അവർ മഫ്ത അണിയുന്നുണ്ട്. വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ നല്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുത്തക്കിയോ അങ്ങനെ എന്തൊക്കെയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ക്യാമ്പസുകളിൽ മഫ്ത ധരിച്ച നിരീശ്വരവാദികൾ വളർന്നു വരുന്ന ഒരു ചുറ്റുപാട് ഇപ്പോൾ ഉണ്ട്. അതോടൊപ്പമാണ് ഈ കുട്ടികളെ വഴിതെറ്റിക്കാനും, ഇനി കുട്ടികളല്ലാത്ത വലിയവർ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബുക്കുണ്ടല്ലോ, അതും പിന്നെ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ നവ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ മതത്തിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അതിൻ്റെ വിവിധ രീതികൾ, പ്രഭാഷണങ്ങളാണ് അധികവും. ഒരുപാട് പ്രസംഗങ്ങൾ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ കുറേ പ്രസംഗങ്ങളുണ്ട്. ഈ പ്രസംഗങ്ങൾ മൊബൈൽ വഴി കേൾക്കുന്ന നമ്മുടെ മക്കൾ ഉത്തരമറിയാതെ കുറേ ആളിങ്ങനെ വഴിതെറ്റി പോണു. മദ്യപിക്കുന്ന കുട്ടി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പറയുമ്പോൾ അതേതോ വേറെ മതക്കാരാണെന്ന് വിചാരിക്കണ്ട. മയക്കുമരുന്നിലൊക്കെ 1-ാം സ്ഥാനം നമ്മുടെ മക്കൾ തന്നെയാണ്. മുസ്ലിങ്ങളെ അവരിങ്ങനെ വഴി മാറിപ്പോവുക. എന്താ മാറിപ്പോവാൻ കാരണം? അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. ഇതൊക്കെ വെറുതെ ഉമ്മയും ബാപ്പയും അതുപോലെ പള്ളിയിലെ ഏതൊക്കെയോ കുറച്ച് ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. അങ്ങനെ ഒരു അള്ളുണ്ട്, അങ്ങനെ ഒരു പരലോകമുണ്ട്, നമ്മളെ പഠിച്ച് ശിക്ഷിക്കും ഒക്കെ വെറുതെ പറയാം. അങ്ങനെയൊന്നുമില്ല. കിട്ടിയ ജീവിതങ്ങൾ ആസ്വദിച്ച് ജീവിച്ച് പോവുക. അതിന് എന്താ കുടിക്കാൻ കിട്ടുക അത് കുടിക്കുക, ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തോ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു നിലവാരത്തിലേക്ക് വളരെ പെട്ടെന്ന് ക്യാമ്പസുകൾ മാറി വരുന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളും മാറി വരുന്ന ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ അറിയില്ല നമ്മുടെ കുട്ടി എന്താണെന്ന്. വീട്ടിലൊന്നും തുറന്നു പറയൊന്നുമില്ല. വ്യക്തിപരമായി ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയാം. അവസാനം വിവരം കിട്ടുമ്പോഴാണ് ഉമ്മയും വാപ്പയും പിടിച്ചു കൊണ്ടുവരാം. ഇവക്ക് ഇങ്ങനെ ഒരു രോഗം തുടങ്ങിയിട്ടുണ്ട്, ഇവൻ ഇങ്ങനെ ഒരു രോഗമുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞ് ശരിയാക്കണം എന്ന് പറയും. ഈ അവസാനത്തിലെത്തിയ ഇത് പറഞ്ഞാലൊന്നും ശരിയാവില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാര്യങ്ങൾ നേരെ ചൊവ്വേ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം വേദികളിൽ മക്കളെ കൂടി പരമാവധി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാൻ ഒരപേക്ഷയുണ്ട്. മക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ മക്കളെ ഞാൻ കാണുന്നുണ്ട്, ഒക്കെ കൊച്ചു മക്കളാണ്. അവരെയല്ല ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഏതാണ്ട് ഒരു 11-ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള മക്കളാണ് സ്ഥിരമായിട്ട് നമ്മുടെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുകയും അത് കേൾക്കുകയും ചെയ്യേണ്ടത്. ശരി, അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം. വിഷയത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ മുഖവരയ്ക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഇത്തരം ചില ആളുകൾക്ക് ചില പേരുകളുണ്ട്. ഫ്രീ തിങ്കേഴ്സ് എന്നാണ് ഒരു ഗ്രൂപ്പിൻ്റെ പേര്. ഇനി രാത്രി പോയിട്ട് മൊബൈലിൽ ഇത് അടിക്കാൻ നിൽക്കണ്ട. പിന്നെ അതിൻ്റെ ചോദ്യമെല്ലാം കൂടി കിട്ടിയിട്ട് ഭ്രാന്തായിട്ട് ഇനി എവിടെയെങ്കിലും ക്ലാസ് ഉണ്ടോ നോക്കി നടക്കാൻ സമയം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് വളരെ ധീരതയോടുകൂടി അതിനെ നേരിടാനും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനും ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ കഴിവുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ കഴിയണ്ട. ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ന്യൂറോൺസ് എന്ന് പറഞ്ഞ് വേറെ ഗ്രൂപ്പുണ്ട്, എസൻസ് വേറെ ഗ്രൂപ്പുണ്ട്, എസൻസിൻ്റെ തന്നെ എസൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഇടയ്ക്ക് നടക്കുന്ന ലിറ്റ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള മാരത്തോൺ പരിപാടികളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സാണ്. ഇതൊക്കെ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ധാരാളമായിട്ട് കിട്ടും. ഇത് കംപ്ലീറ്റ് പ്രസംഗമാണ്. ആ പ്രസംഗം മിക്കവാറും ഇസ്ലാം വിരുദ്ധമാണ്. ബാക്കിയുള്ള മതങ്ങളിൽ നിന്നൊന്നും പറയാറില്ല. ഇസ്ലാം വിരുദ്ധമായ ഒരുപാട് പ്രസംഗം സ്ഥിരമായിട്ട് കേട്ടു തുടങ്ങിയാൽ ഒരു വല്ലാത്തൊരു
കുറേ സംശയങ്ങൾ, ഇവിടെ നേരത്തെ കുറേ സംശയങ്ങൾ വന്നില്ലേ, അതുപോലെ കുറേ സംശയങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ യുക്തിവാദി എന്ന് പറയുന്ന ആ ഒരു പേര് മാറ്റിയിട്ട് വേറെ കുറേ പേരിൽ കുറേ ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖുർആനെ സംബന്ധിച്ച് ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്, അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കലാണ്. ശരിക്ക് ഇതൊന്നും അറിയാത്ത ഈ പാവങ്ങൾക്ക് ഇത് പണ്ടന്നെ ഇത് സംശയം പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ? നമുക്കിതൊന്നും അറിയില്ലോ. അങ്ങനെ ചോദ്യമുണ്ടോ, ഇങ്ങനെ ചോദ്യമുണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചോദ്യം പഠിക്കണം. ആദ്യം ഞാൻ ചോദ്യം പറയും, ആ ചോദ്യം നിങ്ങൾ പഠിക്കുക. ഇങ്ങനൊക്കെ ചോദ്യം ഉണ്ടല്ലേ, അപ്പം പിന്നെ അതിൻ്റെ മറുപടി എന്താ, അതും പഠിച്ചു വെക്കണം. അതുകൊണ്ട് ചോദ്യം ഉത്തരം എന്ന നിലയ്ക്കാണ് ഞാനിങ്ങനെ പോവുക. ഞാൻ ഭയങ്കര ഗംഭീരമായിട്ട് പ്രസംഗിക്കുകയൊന്നുമില്ല, നേരത്തെ അങ്ങനെയാണ്. ഖുർആൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് എന്ന് മാത്രം പറയണ്ട, ലോകത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. വേറൊരു പ്രമാണം ലോകത്തില്ല. ആ ഖുർആൻ അതിന് സംശയം ഉണ്ടാക്കുക. ഖുർആൻ അതങ്ങനെ പടച്ചോൻ്റെ തന്നെയാണോ, അല്ല വേറെ ആരോ എഴുതിയതായിക്കൊള്ളില്ലേ? ഇപ്പോൾ ബുക്ക് സ്റ്റാളിലൊക്കെ എത്ര ബുക്കുണ്ടല്ലേ, ഇഷ്ടംപോലെ അലമാരയിൽ കുറേ ബുക്ക് വെച്ചിട്ടില്ലേ. ഇതൊന്നും പടച്ചോൻ എഴുതിയതല്ലല്ലോ, അല്ലോ പടച്ചോൻ തന്നതും അല്ലല്ലോ. പിന്നെ ഈ ഖുർആൻ മാത്രം പടച്ചോൻ തന്ന നേരാ പറഞ്ഞ്? അങ്ങനെ സംശയങ്ങൾ തുടങ്ങുവാണ്. വിശുദ്ധ ഖുർആനിൽ സംശയം ജനിപ്പിക്കുക ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. വളരെ കാലം മുമ്പ് നേരത്തെ ഏതോ ഒരു പ്രസംഗകൻ ഇവിടെ സൂചിപ്പിച്ചു, ഓറിയൻ്റലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളുടെ പേര് നിങ്ങളോട് പറഞ്ഞു. അതെന്താണെന്നും കൂടി ഞാൻ പഠിപ്പിക്കാൻ ഇപ്പം മെനക്കെടുന്നില്ല. ഏതായിരുന്നാലും മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ കുറേ കാലം നീണ്ടുന്ന യുദ്ധം ഉണ്ടായിരുന്നു പണ്ട്, കുറേ മുമ്പ്. കുരിശ് യുദ്ധം എന്നാണ് അതിൻ്റെ പേര്. സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ക്രൂസേഡ്സ്, കുരിശ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനം ശക്തി ഉപയോഗിച്ച്, കരുത്തുപയോഗിച്ച് മുസ്ലിം സമൂഹത്തെ തകർക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ട ചില വിഭാഗങ്ങൾ, ആരോ ആട്ടെ, മുസ്ലിങ്ങളുടെ ആത്മവിശ്വാസവും അവരുടെ ഈമാനിക അഭിനിവേശമൊക്കെ കെടുത്തി കഴിഞ്ഞാൽ ഇവരെ എളുപ്പം തളച്ചിടാൻ അവർ മനസ്സിലാക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പടച്ചുണ്ടാക്കിയ ഒരു സംഘത്തിൻ്റെ പേരാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. അവരാണ് ഖുർആനും ഹദീസും ഇസ്ലാമിക പഴയകാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുമൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് സംശയങ്ങൾ ഉണ്ടാക്കി ലോകത്തിന് സംഭാവന ചെയ്തത്. ആ സംശയങ്ങൾ ആണ് ഇന്നും ഇപ്പം ഈ പറയണ ഫ്രീ തിങ്കർ ആയാലും അല്ലെങ്കിൽ എസൻസിൻ്റെ ആളുകളായിരുന്നാലും ആരായിരുന്നാലും അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ പറഞ്ഞതാ. പക്ഷേ ഇവരുടെ പേര് ഫ്രീ തിങ്കേഴ്സ് എന്നാണ്, സ്വതന്ത്ര ചിന്തകർ എന്നാണ്. സ്വതന്ത്രമായിട്ട് ഒരു ചിന്തയില്ലാത്ത ഈ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിവരാ. സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആരോ പറഞ്ഞത് എടുത്തുദ്ധരിക്കുന്നു, പക്ഷേ അത് മറുപടി പറഞ്ഞേ പറ്റൂ. ചിലത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വസ്തുതകളുണ്ട്. അപ്പോൾ ഖുർആൻ സംബന്ധമായി ഇവർക്ക് എന്തു പറയാനുണ്ട്? ഖുർആൻ ദൈവീകമല്ല, അള്ളാഹുവിൻ്റേതല്ല. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ അവർക്ക് പല വാദങ്ങളുമുണ്ട്. ഉണ്ടായിരുന്ന ഖുർആൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഖുർആൻ, അത് കുറേ കാലമായിട്ട് 1400 കൊല്ലമായിട്ട് ഇങ്ങനെ പുസ്തകം കൈമാറി വരികയല്ലേ. ഒരുപാട് അബദ്ധങ്ങൾ അതിലുണ്ട്. അബദ്ധം എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ അബദ്ധം മറ്റൊന്നുമല്ല. ആയത്തുകളിലേക്കോ ഖുർആൻ്റെ അകത്തേക്കോ ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അബദ്ധം എന്ന് പറഞ്ഞാൽ മാറ്റിത്തിരുത്തലുകൾ വന്നിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിലുള്ള മുസ്ഹഫാണ് ശരിയായ മുസ്ഹഫ്. അതൊന്നുമല്ല. ലോകത്ത് ഒരുപാട് മുസ്ഹഫ് വേറെ ഉണ്ട്. മാറി 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 മാറ്റം വന്ന മുസ്ഹഫുകളാണ്. ദൈവത്തിൻ്റെതാണെങ്കിൽ അങ്ങനെ മാറ്റം വരില്ലല്ലോ. മുസ്ലിങ്ങൾ സാധാരണ പറയും വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആൻ. വള്ളിയും പുള്ളിയല്ല, വാക്കെന്നെ മാറിയത് കാണിച്ചു തരാം. അങ്ങനത്തെ ഖുർആൻ ഇന്ന് ലോകത്ത് ലഭ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു തരും. എന്നിട്ട് പറയും ഖുർആനൊക്കെ മാറിപ്പോയി, ആളുകൾ ആവശ്യത്തിനനുസരിച്ച് കൈകടത്തി അതൊന്നും ഇല്ലാതെയായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പറയുന്നതിൽ കുറേ കാര്യമുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ കാര്യമില്ല. പെട്ടെന്ന് നോക്കിയാൽ ശരിയാന്ന് തോന്നും നമുക്ക്. നമ്മുടെ കയ്യിലൊക്കെ ഒരു ഖുർആനുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഖുർആൻ, സൗദിയിലോ അതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരേ ഖുർആനാണ്. എല്ലാം ഒരുപോലെയാണ്. അതിനൊരു പേരുണ്ട്, ഹഫ്സിൻ്റെ മുസഫ് എന്നാണ് പറയാം. ഇനിയിപ്പോൾ ഇത്ര ആൾക്ക് അറിയാമെന്നറിയില്ല. അത് പണ്ടേ കാലം മുതൽ അംഗീകരിക്കപ്പെട്ടാണ്. അതൊരു മുസഹഫാണ്. അതിൻ്റെ പാരായണ ഭേദം ഹഫ്സ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ കാരി, അതായത് ഖുർആൻ പാരായകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട രീതിയിലുള്ള ഹഫ്സിൻ്റെ ഒരു തരം ഒരു മുസഹഫാണ്.
എന്നാൽ ലോകത്ത് ഇതല്ലാത്ത വേറെ മുസാഫുണ്ട്. മൊറോക്കോയിൽ ചെന്നാൽ അവിടെ വേറെ മുസാഫ, അതിൻ്റെ പേര് വർഷ് എന്നാണ്, മുസ്ഹഫ് വർഷ്. ഇവരുടെ വാദപ്രകാരം ഹഫ്സ് എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ അടിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസാഫുമായിട്ട് നിങ്ങൾ മൊറോക്കോയിൽ ചെന്നാൽ മൊറോക്കോയിലെ മുസ്ലിങ്ങൾ നിങ്ങളെ അടിച്ചാട്ടും, കൊണ്ടുപോകാൻ പറയും. ആ ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് വേറെയാ ഖുർആൻ എന്ന് പറയും. മുസ്ഹഫ് വർഷ് എന്നാ പറയാം. ലിബിയയിലും ടുണീഷ്യയിലും എത്തിയാൽ ഈ രണ്ട് മുസാഫും അല്ല, അവിടെ വേറെ മുസാഫുണ്ട്. അതിന് മുസ്ഹഫ് ഖാലൂൻ എന്നാണ് ഉപയോഗിക്കുക. ഖാലൂൻ എന്ന് പറഞ്ഞ വേറൊരു കാരി, അയാളുടെ പാരായണ രീതി അനുസരിച്ച് എഴുതി ഉണ്ടാക്കിയ വേറൊരു മുസാഫാണ്. ആഫ്രിക്കയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സുഡാനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ 3 ഖുർആനും അല്ല, അവിടെ മുസാഫല്ല, അവിടെ വേറെ മുസാഫാ. അതിൻ്റെ പേര് മുസ്ഹഫ് ദൂരി എന്നാണ്, അത് വേറെ മുസാഫാ. പിന്നെ എന്തപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുസാഫിൽ വള്ളിക്കും മാറ്റില്ല പുള്ളിക്കും മാറ്റില്ല എന്ന് വെറുതെ പറയല്ലേ. മുഹമ്മദ് നബിയുടെ കാലത്ത് ഇനി ഖുർആൻ ഇറങ്ങിയില്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അന്നൊരു മുസാഫ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കാലം കഴിഞ്ഞ് ഓരോ നാട്ടിലേക്ക് മുസാഫ് എത്തിയതോടുകൂടി പാറ്റ കോലം മാറി. നമ്മുടെ മുസാഫ് ടുണീഷ്യയെ പറ്റൂല, ലിബിയയെ പറ്റൂല. നമ്മുടെ മുസാഫും കൊണ്ട് സുഡാനിൽ പോകാൻ പറ്റൂല, നമ്മുടെ മുസാഫും കൊണ്ട് മൊറോക്കയിൽ പോകാൻ പറ്റില്ല. അവിടെയൊക്കെ വേറെ വേറെ മുസാഫാണ്. അപ്പം നിങ്ങളുടെ ഖുർആൻ കണക്കന്നെ, വെറുതെ പറയാ ദൈവം ഉണ്ടാക്കിയതാണ്, അതിൽ മാറ്റം വരൂല, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ മുസ്ലിങ്ങൾ വെറുതെ പറയാണ്. ഇപ്പം കുറച്ചാൾ എന്നെ തുറച്ച് നോക്കുന്നുണ്ട്, പടച്ച തമ്പുരാൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലേ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ അതെന്താണ് അങ്ങനെ വേറെ വേറെ മുസാഫ്? എന്താണ് പടച്ചോനിപ്പോൾ ഒരു ഖുർആനിലെ അവതരിപ്പിച്ച് പിന്നെ രാജ്യത്ത് മാറുന്നതിനനുസരിച്ച് എങ്ങനെ വേറെ വേറെ മുസാഫ് ഉണ്ടാവുക? അങ്ങനെ വരാൻ പാടില്ലല്ലോ, എല്ലായിടത്തും ഒന്നല്ലേ പാടുള്ളൂ. ഇങ്ങനെ ഒരാൾ നിങ്ങളോട് ചോദിച്ചിട്ട് പറയാണ് അതുകൊണ്ട് ഖുർആനൊക്കെ മാറിപ്പോയി, ഇത് ദൈവത്തിൻ്റെ ഒന്നുമല്ല വെറുതെ പറഞ്ഞുണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നമ്മളും പറയാം അങ്ങനെയല്ലേ, നമ്മൾക്കും തുടങ്ങിയ സംശയം. ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ രൂപത്തിലുള്ള അവതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് കൂടുതൽ കാര്യങ്ങൾ ഖുർആനിനെക്കുറിച്ചും ഖുർആനിൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ചും അതിൻ്റെ പാരായണത്തെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നും. ശരിയാണല്ലോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ എന്ന് തോന്നും. ഇനി ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലുള്ളൊരു മുസാഫ്, അതിൽ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിലൊരായത്തുണ്ട്, മാലിക്കി യൗമിദ്ദീൻ എന്ന് നമ്മൾ ഓതുന്നു. മാലിക്കി യൗമിദ്ദീൻ ആണല്ലോ, അങ്ങനെയല്ലേ ഓതുക. എന്നാൽ ഈ പറയണ വർഷിൻ്റെ മുസാഫ് എടുത്തിട്ട് നോക്കിയാൽ അതിൽ മലിക്കി യൗമിദ്ദീനേ ഉള്ളൂ, മാലിക്കി എന്നില്ല. അപ്പം ഖുർആൻ വള്ളിക്കും പുള്ളിക്കും മാറിയോ ഇല്ലേ? അത് മാറിയല്ലോ. അപ്പോൾ മലിക്കി യൗമിദ്ദീൻ എഴുതിയ മുസാഫും ഉണ്ട്, മാലിക്കി യൗമിദ്ദീൻ എഴുതിയ മുസാഫും ഉണ്ട്. ഏതാ ശരിയായ മുസാഫ്? മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഇറക്കി കൊടുത്തത് ഏതാ? മാലിക്കി എന്നാണോ മലിക്കി എന്നാണോ? അല്ല, നമ്മളടങ്ങാറാനിപ്പോൾ ഈ ചോദ്യം മതിയല്ലോ, പോരെ? അത് മതി. പിന്നെ ഖുർആനിൽ ചില സ്ഥലത്ത് അപ്പോൾ ഓരോരോ സൂറ നോക്കിയിട്ട് പറയാൻ സമയമില്ല, വെറുതെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മളിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ തീരൂല്ല. ഖുർആനിൽ യഅലമൂൻ എന്ന് വായിച്ചിട്ടില്ലേ? പല സ്ഥലത്തും നമ്മൾ യഅലമൂൻ എന്ന് കാണാറുണ്ടല്ലോ. എന്നാലേ ഈ വർഷ പോലെയുള്ള ചില മുസാഫ് എടുത്തു നോക്കിയാൽ നമ്മൾ ചില സ്ഥലത്ത് യഅലമൂൻ എന്ന് വായിക്കുന്നത് അതിൽ തഅലമൂൻ എന്നാണ്. അപ്പോൾ യാ എന്നുള്ളത് താന്നായിപ്പോയി. അത് ഉള്ളതാട്ടോ, ഉള്ളത് തന്നെ അംഗീകരിച്ചേ പറ്റുള്ളൂ, അതുള്ളതാ. അപ്പോൾ പിന്നെന്താ ചെയ്യുക? പിന്നെന്താ ഇപ്പോൾ പറഞ്ഞത് മാറിയിട്ടില്ല എന്നൊക്കെ? അപ്പോൾ ഉറപ്പായല്ലോ ഇത് ദൈവത്തിൽ നിന്ന്, പടച്ച തമ്പുരാനിൽ നിന്ന് ഇറങ്ങിയതല്ല എന്ന് ഉറപ്പായില്ലേ? ഇറങ്ങിയതാണെങ്കിൽ അങ്ങനെ മാറ്റം വരുമോ? ഇതാണ് ചോദ്യം നമ്പർ 1. അപ്പോൾ ഇതിന് മറുപടിയല്ല, ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഖുർആൻ അതെന്താണ്, അതെന്തല്ല എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നതാരാ? മുഹമ്മദ് നബി ആണല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വഹി വരിക. വഹി വരുമ്പം പറയുക വഹി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്രോഡീകരിച്ച് വെച്ച സാധനമാണല്ലോ ഈ മുസാഫ് എന്ന് പറയുന്നത്.
അപ്പോൾ പ്രവാചകൻ്റെ അംഗീകാരം ഉള്ളത് മാത്രമേ എന്താവൂ മുസഹഫായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. വചനങ്ങൾ ഖുർആനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ, അല്ലാതെ അംഗീകരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇതിനെല്ലാത്തിനും പ്രവാചകൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കണം, എന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് എങ്ങനെ പറയാം? വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് ആൾ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ, കീശയിൽ കൈയിട്ടാൽ 10 റുപ്യേൻ്റെ നോട്ട് കിട്ടും എല്ലാവർക്കും, അവനവൻ്റെ കീശയിൽ. ഒരു 5ഓ 10ഓ നോട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കി, എല്ലാ നോട്ടും ഒരുപോലെയാണോ? സാധാരണഗതിയിൽ 10 റുപ്യയുടെ നോട്ടിന് വ്യത്യാസം ഉണ്ടോ? ഇല്ലേ? ഒറ്റ നോട്ടേ ഉള്ളൂ, അല്ല വേറെ വേറെ നോട്ടുണ്ടോ? കളറിൽ വ്യത്യാസം, ചിത്രത്തിൽ വ്യത്യാസം, എഴുത്തിൽ വ്യത്യാസം, വലിപ്പത്തിൽ വ്യത്യാസം ഒക്കെ വ്യത്യാസമുള്ള നോട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. 100 റുപ്യൻ്റെ നോട്ട് തമ്മിൽ വ്യത്യാസമുണ്ടോ? 100 റുപ്യൻ്റെ വലിയൊരു നോട്ടുണ്ടേ, ഇപ്പം ഇറങ്ങിയ വേറെ നോട്ടില്ലേ, അതിൻ്റെ കളറ് തന്നെ ഒരു തരം നമ്മളെ പഴയ ഉജാല മുഖ്യമായിട്ടുള്ളൊരു 100 രൂപ ഇപ്പോൾ പുതിയ വന്നിട്ടില്ലേ, അതും 100 തന്നെയാണ്, ഇതും 100. ഇത് കൊടുത്താൽ എന്തൊക്കെ സാധനം കിട്ടുമോ അത് കൊടുത്താലും അതന്നെ കിട്ടൂലേ? കിട്ടും. 10 രൂപയുടെ നോട്ട് വളരെ വ്യത്യസ്തമാണ്, ചെറുതുമുണ്ട് വലുതുമുണ്ട്, വലുതിൽ തന്നെ ഇനം വ്യത്യാസമുണ്ട്, അതൊക്കെ ഉപയോഗത്തിലുണ്ട്. ഇപ്പം അതൊരു സാധനം ഇറങ്ങിയിരിക്കുന്നു 10 റുപ്യേൻ്റെ കോയിനും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറിജിനൽ 10 ഏതാ? ഈ ബെൽറ്റാണോ ചെറുതാണോ അല്ലെങ്കിൽ കോയിനാണോ? ഏതാ ഈ ഒറിജിനൽ 10? ഉജാല മുക്കിയ 100ൻ്റെ നോട്ടാണോ അല്ലെങ്കിൽ മറ്റേ 100ൻ്റെ നോട്ടാണോ? ഏതാ ഒറിജിനൽ? രണ്ടും ഒറിജിനലാ? ആര് പറഞ്ഞു? അത് അടിച്ച ആൾ പറഞ്ഞു രണ്ടും എന്ത് തന്നെ ഒറിജിനലെ നിങ്ങൾ ഉപയോഗിച്ചു എന്ന്. അതുകൊണ്ട് നമുക്ക് വിരോധമില്ലല്ലോ. അങ്ങനെ എങ്ങാനും ഖുർആനെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ. 4 ഖുർആനുണ്ട് അല്ലെങ്കിൽ 10 മുസാഫ് ഉണ്ട്, ഇത് 10ഉം ശരിയാണെന്ന് അതിൻ്റെ ഒറിജിനൽ ഗവൺമെൻറ് പറഞ്ഞാൽ പിന്നെ നമുക്കെന്തില്ല? തർക്കമുണ്ടോ? തർക്കമില്ല. അപ്പോഴേ മലിക്കി നോദിയാലും മാലിക്കി നോദിയാലും ഖുർആൻ തന്നെയാണ്. ചിലയിടത്ത് യഅലമൂൻ നോതും, ചില സ്ഥലത്ത് അത് തഅലമൂൻ നോതും, അതും എന്ത് തന്നെയാണ്? ഖുർആൻ തന്നെയാണ്. ഇത് ഇന്നോ ഇന്നലെയോ ടുണീഷ്യയിലോ ലിബിയയിലോ സുഡാനിലോ ഉണ്ടാക്കിയതൊന്നും അല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ റസൂൽ തന്നെ ഓതി പഠിപ്പിച്ചു കൊടുത്തതാണ്. അത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാ മദ്രസയിൽ പോയാലേക്ക് മനസ്സിലാവണമെന്നില്ല. ഇത്തിരി ഖുർആനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കുകയോ ഈ തജ്വീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ഓത്തിൻ്റെ നിയമമില്ലേ, അതൊക്കെ പഠിച്ചവർക്കറിയാം ഖുർആൻ 7 തരത്തിൽ ഓതാൻ പറ്റും. കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ ശ്വാസത്തിൽ 7 തരം ഓത്തുകൾ ഒറ്റ ആയത്തിൽ ഓതുന്ന ആളുകളുണ്ട്, യൂട്യൂബിൽ കിട്ടും. അപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമുള്ള വ്യത്യാസങ്ങളാണെങ്കിൽ അത് അംഗീകരിക്കാം, അല്ലാത്തവ അംഗീകരിക്കില്ല. ഏതുപോലെ 10ൻ്റെ നോട്ട് പലതരം ഉണ്ടെങ്കിലും അത് ഒറിജിനൽ തന്നെയാണ്, നമ്മൾ അടിച്ചത് തന്നെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. ഇതുപോലെ 4, 5, 6, 8 തരം മുസാഫ് ഉണ്ടെങ്കിൽ പോലും അത് ഒറിജിനലാണ് എന്ന് അതിൻ്റെ ഒറിജിനൽ ആൾ പറഞ്ഞാൽ എന്താക്കാം? നമുക്ക് ഉപയോഗിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിക്കുമായിരുന്നു. അവതരിക്കുന്ന സമയത്ത് റസൂൽ എന്താ ചെയ്യുക? അത് വഹി വന്നു കഴിഞ്ഞതിന് ശേഷം സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് ആരാണോ ഒപ്പം ഉള്ളത് അവരെ വിളിച്ചിരുത്തിയിട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണത് പഠിപ്പിക്കൽ അല്ലേ? ഓതി പ്രവാചകൻ അപ്പോഴേ അത് മനപ്പാടാകുമായിരുന്നു. അടുത്തുള്ള ആളുകൾക്ക് ഓതി കേൾപ്പിച്ച് അവരും ഇത് കാണാതെ പഠിക്കും, അവർ വേറുള്ളവർക്ക് പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു ഖുർആൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. ഒരു സംഭവം, റസൂലിൻ്റെ കാലത്ത് ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കാം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറൊരാൾ ഹക്കീം ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ഒരു സഹാബി സൂറത്തുൽ ഫുർഖാൻ ഓതുകയായിരുന്നു. ഉമർ ഖത്താബ് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം തോന്നി. ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ഓതുന്നേ? സൂറത്തുൽ ഫുർഖാൻ അദ്ദേഹം മറ്റേയാൾ സഹാബി ഓത്ത് നിർത്തിയപ്പോൾ ഉമർ അടുത്തു ചെന്നു. ഉമറിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എല്ലാം കൂടി മാറും കോളറെല്ലാം കൂടി കൂട്ടിങ്ങോട്ട് പിടിച്ചിട്ട് ചോദിച്ചു, ഇതെന്ത് ഓത്താണ് ഓതുന്നത്? എന്ത് ഖുർആനാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ ദേഷ്യം പിടിക്കണത്? ഇതേ അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് ഓതി കേൾപ്പിച്ച് തന്നത് ഇങ്ങനെയാണ്. സൂറത്തുൽ ഫുർഖാൻ ഇങ്ങനെയാണ് റസൂല് എനിക്ക് ഓതി കേൾപ്പിച്ച് തന്നത്. ഉമർ ഖത്താബ് പറഞ്ഞു, ഞാൻ സമ്മതിക്കൂല, എനിക്ക് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നത് അങ്ങനെയല്ലല്ലോ. രണ്ടാളും തമ്മിൽ തർക്കമായി. അങ്ങനെ 2 പേരും പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് നീങ്ങി. ചെന്ന സമയത്ത് പ്രവാചകനോട് ഉമറുൽ ഖത്താബ് പറഞ്ഞു, ഈ
അഖ്റഅ്തനി അലൈ, താങ്കൾ എനിക്ക് ഓതി പഠിപ്പിച്ചതല്ലാത്ത രീതിയിൽ ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്നതാണ്. അങ്ങനെ ഖുർആൻ പല രൂപത്തിലൊന്നും പറ്റൂല എന്ന് വാശിയായിരുന്നു അദ്ദേഹത്തിന്. പ്രവാചകൻ വളരെ ശാന്തനായിട്ട് ഉമറിനോട് പറഞ്ഞു, വിട്, അയാളെ വിട്, ഞാൻ നോക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, താങ്കളൊന്ന് ഓതി. അദ്ദേഹത്തിന് അറിയുന്ന പോലെ സൂറത്തുൽ ഫുർഖാൻ മൊത്തത്തിൽ പ്രവാചകന്റെ മുന്നിൽ വെച്ച് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഒക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഹാക്കദ ഉൻസിലത്ത്, ഇങ്ങനെയാണ് ഇത് അവതരിച്ചത്, ഈ സൂറത്ത് ഇങ്ങനെ തന്നെയാണ്, ഇദ്ദേഹം ഓതിയ പോലെ തന്നെയാണ്. എന്നിട്ട് ഉമറിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഓതിയേ, നിങ്ങൾക്കറിയണ രൂപത്തിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് വീണ്ടും അതേ സൂറത്തുൽ ഫുർഖാൻ ഓതാൻ തുടങ്ങി. അത് അദ്ദേഹം മനസ്സിലാക്കിയ വേറെ രൂപത്തിലാണ്. വേറെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ മാലിക്കി ആയിട്ടുണ്ടാവും, യഅലമൂൻ തഅലമൂനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകാം. അത് ഓതിയെല്ലാം കൂടി കഴിഞ്ഞ് കേട്ടപ്പോൾ നബി പറഞ്ഞു, വഹാക്കദ ഉൻസിലത്ത്, ഇങ്ങനെയുമാണ് ഈ ഖുർആൻ അവതരിച്ചത്. അതും ഖുർആൻ തന്നെയാണ്, ഇതും ഖുർആനാണ്. ഉജാല മുക്കിയതും 100 അല്ലാത്തതും 100, സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബ്അത്തി അഹ്റുഫിൻ ഫഖ്റഉ മാ തയസ്സറ മിൻ. ഖുർആൻ 7 പാഠഭേദങ്ങളോടുകൂടെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഓതിക്കോളൂ. 7 തരത്തിൽ ഖുർആൻ ഓതാൻ പറ്റും. 7 തരം അക്ഷര വ്യത്യാസങ്ങളും പാഠഭേദങ്ങളും ഖുർആനിലുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്തല്ല കേട്ടോ, ഒരു ഹദീസല്ല ഈ വിഷയത്തിലുള്ളത്, ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ മുത്തവാത്തിറാണെന്നാണ് പറയാം. ഇന്നൽ ഖുർആന വിശുദ്ധ ഖുർആൻ, അതിൽ മാലിക്കി യൗമിദ്ദീൻ ഓതിയാലും മലിക്കി യൗമിദ്ദീൻ ഓതിയാലും തെറ്റല്ല, രണ്ടും ഖുർആൻ. ഹാക്കദ ഉൻസിലത്ത് വഹാക്കദ ഉൻസിലത്ത്, ഇങ്ങനെയും അത് അവതരിച്ചിട്ടുണ്ട്, ഇങ്ങനെയും അത് അവതരിച്ചിട്ടുണ്ട്, അതിൽ കുഴപ്പമില്ല. അപ്പം ചില വ്യത്യാസങ്ങളിലൂടെയൊക്കെ ഓതും. പാരായണ വ്യത്യാസങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ ഈ അറബികളുമായിട്ട് പണ്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് ലോദ് എന്ന് പറയുന്ന അക്ഷരം വളരെ ഭംഗിയായിട്ട് ഉച്ചരിക്കാൻ അറിയുന്നവരാ. മഗ്ലൂബി അലൈഹിം എന്നൊക്കെ നമുക്ക് അറിയല്ലോ. കേരളം വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകും, കർണാടകയിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ, അവിടേക്കാണല്ലോ കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. ഏതെങ്കിലും ഒരാളോട് ഗൈറിൽ മഗ്ലൂബി അലൈഹിം ഓതാൻ പറഞ്ഞ് അവർ ഓതൂല, ഗൈറിൽ മഗ്സൂബി അലൈഹിം എന്നാ പറയാം. കേട്ടിട്ടുണ്ടോ? അത് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ അംഗീകരിച്ചു. പാരായണ ഭേദം, ഭാഷാപരമായിട്ടുള്ള ചില ഉച്ചാരണ ഭേദങ്ങളും പാരായണ ഭേദങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനെ നിർബന്ധിച്ച് പിടിച്ചിട്ടെല്ലാം കൂടി തിരിച്ചിട്ട് ദ്വാന്ന് പറയടാന്ന് പറയണ്ട, അതൊരു ശൈലിയാണ്. ചില അക്ഷരങ്ങൾ ചിലർക്ക് അങ്ങനെ ഉച്ചരിക്കാൻ പറ്റും, അവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമല്ല, അതങ്ങനെ നിലനിന്നോളും. അപ്പോൾ ഖുർആൻ എന്നുള്ളത് പാരായണ ഭേദങ്ങളോടുകൂടെ അക്ഷര പാഠഭേദങ്ങളോടുകൂടി മിനിമം 7 രീതിയിലെങ്കിലും ഓതാൻ പറ്റുന്ന രീതിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അത് ഖുർആൻ്റെ മുഅ്ജിസത്താന്ന് മനസ്സിലാക്കിയല്ലാതെ അത് ഖുർആൻ മാറ്റിത്തിരുത്തിയതാണ്, അതാകെ കുഴപ്പമായിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ 1400 കൊല്ലക്കാലഘട്ടത്തിലെ ഖുർആൻ്റെ ചരിത്രം അവർക്ക് അറിഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൃത്യമായി അത് അംഗീകരിക്കപ്പെട്ടതും അദ്ദേഹം പ്രവചിച്ചതുമാണ്. അതങ്ങനെയാണ് ഖുർആൻ. അവിടെ നിന്നിങ്ങോട്ട് 14 തലമുറകൾ കഴിഞ്ഞുപോയി. 14 തലമുറ, 1400 കൊല്ലം എന്ന് പറഞ്ഞാൽ 14 തലമുറ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ ഹഫ്സിൻ്റെ ഖുർആൻ മാത്രമേ ശരിയുള്ളൂ, വർഷവും കാലൂനും തെറ്റാണെന്ന് മുസ്ലിം സമുദായം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഖുർആൻ പാരായണ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് സുഡാനിൽ നിന്നും ലിബിയയിൽ നിന്നും ആളുകൾ വന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അവർ ചിലർ മലിക്കി യൗമിദ്ദീനും ചിലർ മാലിക്കി യൗമിദ്ദീനും പറയും. മുസ്ലിം പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനർത്ഥം അതാണ് ഞങ്ങളെ ഖുർആൻ, അതാണ് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ മാറ്റിത്തിരുത്തലുകൾ ഇല്ല. ഇതെല്ലാം ചേർന്നതിൻ്റെ പേരാണ് ഖുർആൻ. അത് പ്രവാചകൻ അംഗീകരിച്ചതാണ്. 7 രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ആദ്യമേ തന്നെ പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിക്കുക മാത്രമല്ല, അത് ഓതി അങ്ങനെ പഠിപ്പിച്ചു. അംർ ഇബ്നു ഹിഷാമിന് ഒരു തരത്തിലും ഉമർ ഖത്താബിന് വേറൊരു തരത്തിലും ഓതി പഠിപ്പിച്ചത് ചില വ്യത്യാസങ്ങളോടുകൂടി വിവിധ രൂപത്തിലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഖുർആൻ ഉണ്ടാക്കിയ ഒരു കഥയൊക്കെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം.
അത് രാജ്യത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് മുസാഫുകളാക്കി എഴുതിയിട്ട് കൊടുത്തയച്ച ഒരു സംഭവം നമുക്കറിയാം. അന്ന് പ്രിൻറ്റിങ് പ്രസ്സൊന്നും ഇല്ലല്ലോ, കൈകൊണ്ട് എഴുതിയിട്ട് വേണം അത് കൊടുത്തയക്കുന്ന സമയത്ത് ഓരോ ഖുർആനും വഹിച്ചുകൊണ്ട് ഓരോ രീതിയിൽ പാരായണം ചെയ്യുന്ന ആളുകളെയായിരുന്നു അയച്ചിരുന്നത്. അവരവിടെ ചെന്നിട്ട് ജനങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. വിവിധ രീതിയിൽ മിനിമം 7 രീതിയിലെങ്കിലും ഓതാൻ പറ്റുന്ന രൂപത്തിലാണ് അന്നത്തെ ഖുർആൻ എഴുതിയിരുന്നത് എന്നത് ചരിത്രമാണ്. അപ്പോൾ 7 രീതിയിൽ ഖുർആൻ ഓതാൻ പറ്റും, മലിക്ക് പറ്റും, മാലിക്ക് പറ്റും എന്ന് പറഞ്ഞാൽ ഖുർആൻ തിരുത്തി എന്നല്ല അതിൻ്റെ അർത്ഥം. ഖുർആൻ ഉള്ളതുപോലെ നിലനിൽക്കുന്നു എന്നാണ്, മാറ്റം വന്നിട്ടില്ല, അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. 1400 കൊല്ലമായിട്ട് കാണാത്ത ഒരു സാധനം നിങ്ങൾക്ക് പറയാമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. 1400 കൊല്ലമായിട്ട് മുസ്ലിം സമുദായം അംഗീകരിക്കാത്ത പുതിയ വ്യത്യാസം ഏതെങ്കിലും ഒരു ഖുർആനിലുണ്ടെങ്കിൽ ആ ഖുർആൻ കാണിച്ചു എന്നാൽ ഞങ്ങൾ നോക്കാം. ആ ഖുർആൻ ഇൻ്റർനെറ്റ് കിട്ടും, ജൂതന്മാരുണ്ടാക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ സകല ഫ്രീ തിങ്കേഴ്സും അത് എഴുതിയുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആ സമയത്തിൽ പിടിക്കാനുള്ള കഴിവ് മുസ്ലിം സമുദായത്തിനുണ്ട്. ഒരു ഖുർആൻ നിങ്ങൾ വ്യാജ ഖുർആൻ ഇറക്കിക്കഴിഞ്ഞാൽ അപ്പം മുസ്ലിങ്ങൾ അത് കണ്ടുകെട്ടും. അത്രയും പവിത്രം എന്നല്ല, സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഇല്ല. കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതിയിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാം, സമയമില്ലാത്തത് കൊണ്ടാണ്. ഖുർആനിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരുപാട് കാര്യമുണ്ട്. അതിലൊന്ന്, ഈ ഖുർആൻ എന്നത് നമ്മൾ ചരിത്രം പഠിച്ചവർക്കറിയാം, പണ്ട് പേപ്പർ ഇല്ലായിരുന്നു, കടലാസ് കുറേ കാലം കഴിഞ്ഞിട്ട് വന്നതാണെന്നാണ്. അപ്പോൾ നിലവിലുള്ള ചരിത്രരേഖകളൊക്കെ പരതി കഴിഞ്ഞാൽ ഖുർആനിൻ്റെ ആയത്തുകൾ നബിയുടെ കാലത്ത് എഴുതി വച്ചിരുന്നത് പരന്ന കല്ലിൻ്റെ പാളികൾ, അതുപോലെ മൃഗങ്ങളുടെ എല്ലുകൾ, ഈത്തപ്പനയുടെ ഓലയോ മട്ടലോ എന്താന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ അങ്ങനത്തേലൊക്കെയാണ് എഴുതുക. കാരണം ഇന്നത്തെ പോലെ കടലാസ് കിട്ടൂല, അതുകൊണ്ട് അങ്ങനെയാണ് എഴുതി വെച്ചതെന്നാണ്. അങ്ങനെ ഖുർആൻ എഴുതി സൂക്ഷിച്ച ഈ ഈത്തപ്പനയുടെ ഓല ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ പറയണതൊക്കെ കിതാബിനകത്തുള്ളതാണ് കേട്ടോ, ആരെങ്കിലും പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ആയിഷ ബീവിയുടെ വീട്ടിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സമയത്ത് വീട്ടുകാരെല്ലാം കൂടി മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതമായപ്പോൾ ഒരു വളർത്തുമൃഗം, വേറൊരു റിപ്പോർട്ട് അനുസരിച്ച് ഒരാട് വീട്ടിനകത്ത് കയറി, ആരും അധികം ശ്രദ്ധിച്ചില്ല. ഖുർആൻ എഴുതി വച്ചിരുന്ന ഈ ഈത്തപ്പനയുടെ ഓല തിന്നു കളഞ്ഞു എന്ന് ചില ഗ്രന്ഥങ്ങളിലുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ഇവർ പറയണത് എന്താന്ന് വെച്ചാൽ, അതാ ഖുർആൻ ആകെ എഴുതി വെച്ചത് എവിടെയാ? ഈത്തപ്പനൻ്റെ ഓലയിൽ എല്ലിലും മുള്ളിലും ഒക്കെ അല്ലേ എഴുതി വെച്ചിരുന്നേ. ഈ ഓല ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് ആട് തിന്നു പോയില്ലേ, അപ്പം പിന്നെ ഖുർആനിന് കുറേ പോയി. അപ്പം ഇന്നുള്ള ഖുർആൻ പൂർണ്ണമല്ല. ഇതാണ് ഇവരുടെ ഒരു വാദഗതി. കുറേ പാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇതെല്ലാം കൂടി കേൾക്കുകയാണ്. കോളേജിലും സ്കൂളിലും വന്നിട്ട് ഓരോരുത്തർ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ പറയുന്നത്, അതിങ്ങനെ കുറേ കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലേ, അപ്പം ഇന്നത്തെ ഖുർആൻ പൂർണ്ണമല്ലല്ലോ, പൗതി ആട് നിന്നില്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഖുർആൻ പൂർണ്ണമാവുക? ഖുർആൻ പൂർണ്ണമല്ലെങ്കിൽ അത് ദൈവികമല്ലല്ലോ. അള്ളാൻ്റെ ഖുർആനാണെങ്കിൽ ആട് തിന്നാൻ പാടില്ലല്ലോ, അത് സുരക്ഷിതമായിട്ട് നിലനിൽക്കണമല്ലോ. അപ്പോൾ പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ച് ഒരുതരം ചെറിയ വസ്വാസ്. നമുക്കിത് ചോദ്യം കേൾക്കുമ്പോഴേ ചിരിയാ വരുന്നത്. ഇവരൊക്കെ വിചാരിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലിലും തോലിലും കല്ലിലും ഈത്തപ്പനൻ്റെ ഓലിലൊക്കെ എഴുതി വെച്ചിട്ട് മുസ്ലിം സമുദായം കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാണ്. ഈ സംഭവം തന്നെ തെറ്റാണ്, അത് വേറെ, അത് ആ വശത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു വിമർശകനെ സംബന്ധിച്ചിടത്തോളം അത് മുർസലാണ്, അതുകൊണ്ട് അത് ലൈഫാണെന്നൊന്നും പറഞ്ഞ് അവനത് മനസ്സിലാകാൻ പോണില്ല. ശരിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും സംഭവം ശരിയല്ല. ഇനി ശരിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും ഖുർആൻ എന്താ ഈത്തപ്പനൻ്റെ ഓലയിൽ എഴുതി വെച്ചിട്ട് മുസ്ലിം സമുദായം ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ അടങ്ങിയിരിക്കുക നബിയുടെ മരണം വരെ? അങ്ങനത്തെ ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്ത് അവതരിച്ചാൽ അപ്പം മനഃപ്പാടമാക്കും 100 കണക്കിന് ആളുകൾ. അതാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലിലും കല്ലിലാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ആനയല്ല, പോത്തല്ല, പശുവല്ല, ഏത് സാധനം തിന്നാലും. ഇന്നതാ ലോകത്തെ ഖുർആനുണ്ടല്ലോ, ലോകത്ത് എത്ര ഖുർആനുണ്ട്. ഈ ഖുർആൻ മുഴുവനും ആട് തിന്നെന്ന് വിചാരിച്ചോളി, ആട് കടലാസ് തിന്നു പോകും. അപ്പോൾ വേറെന്തോ ഒരു സാധനം ചെതലായിക്കോട്ടെ, മൊത്തം ചെതൽ തിന്നു, ഒരു ഖുർആൻ്റെ കോപ്പി പോലും കിട്ടാനില്ല എന്നുള്ളത് കൊണ്ട് ഖുർആനും വല്ല കുഴപ്പമുണ്ടോ?
2 ദിവസം സമയം തന്നാൽ ഉണ്ടാക്കി തരാം സാധനം. 10 വട്ടം നിങ്ങൾക്ക് നശിപ്പിക്കാം, വീണ്ടും അതിവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ വിമർശകർ ആലോചിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ അത്ര നിസ്സാരമായിട്ട് നശിച്ചു പോകുന്ന സാധനമൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ ലോകത്തിലെ മുഴുവൻ രേഖകളും നശിപ്പിച്ചോളൂ. ഖുർആൻ്റെ കടലാസിലായാലും ഡിജിറ്റലായാലും കംപ്ലീറ്റ് നശിപ്പിക്കുക. കേരളത്തിലെ ഓരോ ജില്ലയിലും അതുപോലെ ഖുർആൻ എഴുതിയുണ്ടാക്കാൻ പറ്റിയ കുട്ടികൾ ഇന്ന് നിലവിലുണ്ട്. അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? 10 വയസ്സിന് താഴെയുള്ള 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞു മക്കളുണ്ട്, അവരെ എഴുതിയുണ്ടാക്കും ഖുർആൻ 2 ദിവസം കൊണ്ട്. ഓരോ ജില്ലയിലും ഉണ്ട്, ഓരോ ജില്ലയിലും. അപ്പോൾ ഇന്ത്യ മൊത്തം നോക്കിയാൽ, ലോകം മൊത്തം നോക്കിയാലേ ഖുർആൻ കിടക്കണതേ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലാണ്. അത് കല്ലിലും എല്ലിലും കടലാസിലും ഒന്നുമല്ല സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് പടച്ചവൻ്റെ പ്രത്യേക സംരക്ഷണം തന്നെയാണ്. ആയത്ത് 1 അവതരിക്കുന്നു, പ്രവാചകൻ അത് മനഃപ്പാടമാക്കി വെക്കുന്നു, സഹാബത്തിന് അത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നു, അവർ ഇരുന്നങ്ങ് കാണാൻ പഠിക്കുക ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 100 കണക്കിന് സഹാബത്ത് ഖുർആൻ മനഃപ്പാടമുള്ളവരായിരുന്നു. നബിയുടെ വഫാത്തിൻ്റെ തൊട്ടുടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം നടന്നു. ഒരു കള്ളപ്രവാചകൻ വന്നിട്ടൊരു യമാമയോ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ മരണപ്പെട്ട മുസ്ലിങ്ങൾ 70 ആളുകൾ ഖുർആൻ ഹാഫിളുകളായിരുന്നു. അപ്പോഴാണ് പിന്നെ അത് രണ്ടാമത് നമുക്കൊന്ന് എഴുതി വെച്ചുകൂടെ എന്നുള്ള ചിന്ത പോലും വന്നത്. 100 കണക്കിന് ആളുകൾ ഇത് കാണാ പഠിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഇത് ആട് തിന്നാ പോണ സാധനമല്ല. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും പുസ്തകം ചെതല് തിന്നാ പോയാൽ പിന്നെ കിട്ടൂല എന്ന് പറയുന്നത് പോലെയല്ല ഖുർആൻ. അത് ചെതലല്ല, ഇനി എന്ത് സാധനം അരിച്ച് ചിന്ത് കളഞ്ഞാലും ദിവസങ്ങൾക്കുള്ളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഇന്ന് പോലും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അന്ന് എഴുത്തും വായനയും കുറഞ്ഞ കാലഘട്ടത്തിൽ, എഴുതാനുള്ള സാധന സാമഗ്രികൾ കുറഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യനെല്ലാം അപ്പടി കാണാ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് മനസ്സുകളിലാണ് ഖുർആൻ സൂക്ഷിച്ചിരുന്നത്. അത് ആട് തിന്ന്, ഒരു ഇല ആട് തിന്ന് പോയത് കൊണ്ടൊന്നും ഖുർആൻ പോവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒറ്റ ആൾ ഒരു ഇലയിൽ എഴുതിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചതാ ഖുർആൻ. പ്രവാചകൻ ഒരായത്ത് ഓതിക്കൊടുത്താൽ എഴുതാൻ കഴിവുള്ള മുഴുവൻ ആളുകൾ അത് എഴുതി വെക്കുമായിരുന്നു. കുത്താബുൽ വഹി എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ വഹി എഴുതുന്ന സഹാബിമാരുണ്ട്, ഒരാളല്ല, മിനിമം 7 ആളെങ്കിലും ഉണ്ട്. ഈ കുത്താബുൽ വഹി മൊത്തം അത് പകർത്തി വെക്കും. ഒരുപാട് കോപ്പികളായി അപ്പം തന്നെ. പിന്നെ ഓരോരുത്തർ കാണാ പഠിക്കും, ചെല്ലി നോക്കും, പിന്നെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോകുമെന്ന് ചോദിച്ചിട്ട് അവരും എഴുതി വെക്കും. അങ്ങനെ പലരും എഴുതി വെക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിലെ ഒരു ഓല ആട് നിന്നുകൊണ്ട് ഖുർആൻ പോവില്ല. ഇതെന്തൊരു വർത്താനായി പറയണത്? ഇത് ഏത് ഖുർആനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ ഇത്രയും വളരെ ബാലിശമായ വാദങ്ങളാണ്. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഒരു കാര്യമുണ്ടോന്ന്. ഖുർആൻ മനുഷ്യൻ്റെ മനസ്സുകളിലായിരുന്നു. ഒരു ഓലയിലല്ല, പലതരം ഓലകളിലും കല്ലുകളിലുമായിരുന്നു. ഒരു കോപ്പിയല്ല, ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് എഴുതി സൂക്ഷിച്ചതായിരുന്നു. അതുകൊണ്ട് ഒരിടത്ത് ആട് തിന്നു എന്നത് സത്യമാണെങ്കിൽ പോലും ഖുർആനിന് ഒരു കുഴപ്പവും അതുകൊണ്ട് സംഭവിക്കില്ല. അതുകൊണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റേതാണ്. അതിൻ്റെ സുരക്ഷിതത്വത്തിന് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ന്യൂനതകളും സംഭവിച്ചിട്ടില്ല. മറ്റൊന്ന് പറയുന്നേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു യുദ്ധം നടന്നപ്പോൾ കുറേ ആളുകൾ മരിച്ചുപോയി യമാമയിൽ. ആ മരിച്ചുപോയ ആളുകളൊക്കെ ഖുർആൻ നന്നായിട്ട് ഹിഫ്ളാക്കിയ കാണാ പഠിച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സംശയം, ഇത് ഇങ്ങനെ പോയി ഓരോ യുദ്ധത്തിലും ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയാലൊക്കെ മരിച്ചു പോയാൽ ഖുർആൻ പിന്നീട് ബാക്കി നിൽക്കണ്ടേ, അതുകൊണ്ടേ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഖലീഫയുമായി ചർച്ച നടത്തുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഖുർആൻ ഒന്ന് നമുക്ക് ക്രോഡീകരിച്ചുണ്ടാക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും എഴുതി വെച്ചതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് വെക്കുക. ഇപ്പം പല സ്ഥലത്താണ്. വഹി എഴുതിന 7 ആളോ 10 ആളോ ഉണ്ടെങ്കിൽ ഈ 7 ആളുകൾ എഴുതിയ സാധനം 7 സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാകും. അവരുടെ വീട്ടിലോ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് കാണും. ഇന്നത്തെ മാതിരി ഓഫീസൊന്നും ഇല്ലല്ലോ അന്ന്, മൊത്തം പൊതു സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അവരവരുടെ വീടുകളിലാണ് വെക്കുന്നത്. കാണാ പഠിച്ച സഹാബികൾ അവരവർക്ക് കിട്ടിയ കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നു, അവരവരുടെ വീടുകളിൽ അവ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഖുർആൻ എഴുതിയ കഷ്ണങ്ങൾ, അത് എല്ലായാലും അത് പല്ലായാലും ഇനി എന്തായിരുന്നാലും അതെല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കോപ്പി എന്ന നിലക്ക് സൂക്ഷിക്കുക. കാരണം എല്ലാവരും മരിച്ചു പോയാൽ ഈ സാധനം ബാക്കി വേണമല്ലോ എന്ന് ആലോചിച്ചതിൻ്റെ പേരിലാണ്. അങ്ങനെ അതിൻ്റെ ചുമതല സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അദ്ദേഹമായിരുന്നു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ ഖുർആൻ എഴുതുന്ന പ്രധാനപ്പെട്ട വ്യക്തി.
അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആനൊക്കെ ഒന്ന് ശേഖരിക്കണം. ക്രോഡീകരിച്ചിട്ട് സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടില്ലേ? ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ എഴുതി വെച്ച പലതും പലയിടത്തുമാണ്. അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത്. സൈനബ് ബിൻ സാബിത്ത് പറയുന്നു, ഞാൻ പണി ആരംഭിച്ചു, ഞാൻ അത് അന്വേഷിച്ച് നടന്നു, എന്നിട്ട് എല്ലാം ശേഖരിച്ചു. അതാണ് ഒന്നാമത്തെ ഖുർആൻ ക്രോഡീകരണം എന്ന പേരിൽ നമ്മൾ പറയണത്. അങ്ങനെ ഫാത്തിഹ എഴുതി വെച്ചത് എവിടെയാണ് എന്ന് തെരഞ്ഞു നടന്നു. അതിൻ്റെ ഇലയെടുത്തു, അതിൻ്റെ എല്ലെടുത്തു ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹദീസിലെ ഒരു സംഭവമുണ്ട് ഇത് പറയുന്നിടത്ത്. അവിടെയാണ് ചോദ്യം. സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറയുന്ന ആയത്ത് അത് കാണാനില്ല. അത് തെരഞ്ഞു നടന്നിട്ട് കണ്ടുകിട്ടിയില്ല. അവസാനം ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ ഒരു സഹാബിയുടെ കയ്യിൽ അത് എഴുതി വെച്ചതിൻ്റെ ഒരു തുണ്ടം കിട്ടി. ഈ ഒരു ഹദീസുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? ഖുർആൻ പലരും പലയിടത്ത് എഴുതി വെച്ചായിരുന്നു. അന്ന് തെരഞ്ഞു കിടന്നപ്പോൾ കിട്ടിയതൊക്കെ വെച്ചിട്ടൊരു ഖുർആൻ ഉണ്ടാക്കി. ബാക്കി ഏതാ കിട്ടാത്തത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ കിട്ടാത്ത ഏതാന്ന് പറയാൻ പറ്റുമോ? ഒരായത്തിൻ്റെ തുണ്ട ഏതോ ഒരു സഹാബിയുടെ കയ്യിലുണ്ടായിരുന്നു, അവിടെ നിന്നാണ് കിട്ടിയത്, വേറെ എവിടെ നിന്നും കിട്ടിയില്ല. അതിനർത്ഥം ഇനിയിപ്പോൾ കിട്ടാത്തത് എവിടെയൊക്കെയാണ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുക? ഈ ഖുർആൻ പൂർണ്ണമാണോ? അല്ലേ? പൂർണ്ണമല്ലെങ്കിൽ അത് ദൈവികമല്ല. അപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടാക്കാൻ അത് പറ്റിയതാ. എങ്ങനെയാണ് ആയത്തിങ്ങനെ കാണാതെയായി പോയത്? അങ്ങനെ കാണാതെയാകാൻ പാടില്ലല്ലോ. കാണാതെയായി പോയാൽ ഇനി ഏതെങ്കിലും ആയത്ത് കാണാതെയായിട്ടുണ്ടോ എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക എന്നൊക്കെ ഈ ബുദ്ധിയുള്ള ആൾക്കാർ ബുദ്ധിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തൊരു മറുപടി പറയണ്ടേ? മറുപടിയല്ല, അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പറയാം. ഇതിൻ്റെ ഒന്നാമത്തെ ഉത്തരം നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഖുർആൻ എന്നത് ഒരു കാലഘട്ടത്തിലും എഴുതി വെച്ച എല്ലോ പല്ലോ പുല്ലോ നോക്കിയിട്ടുണ്ടാക്കുന്ന ഗ്രന്ഥമല്ല. എല്ലിലും ഇലയിലും പുല്ലിലും ഒക്കെ എഴുതി വെച്ചു എന്ന് പറഞ്ഞത് അത് സൗകര്യത്തിന് മറന്നു പോകാതെക്കാൻ വേണ്ടി ഓരോരുത്തർ എഴുതി വെച്ചതാണ്. ഖുർആൻ അതല്ല, ഖുർആൻ മനസ്സുകളിലായിരുന്നു. സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള ആളാണ്. പക്ഷേ ഫാത്തിഹ സൂറത്ത് എഴുതുമ്പോഴും അദ്ദേഹം തെരഞ്ഞെടുന്നു ഫാത്തിഹ എഴുതി വെച്ചത് രേഖ എവിടെയെങ്കിലും ഉണ്ടോന്ന്. തെരയേണ്ട കാര്യം എന്താ അദ്ദേഹത്തിന് കാണാതെ അറിയില്ലായിരുന്നു? ഈ എഴുതാൻ വന്ന മുഴുവൻ ആളുകളും ഇത് കാണാതെ അറിയുന്ന ആൾക്കാരായിരുന്നു. പിന്നെന്തിനാ തപ്പി നടക്കണത്? അല്ല, തപ്പി നടക്കുക എന്ന് പറഞ്ഞാൽ ഇവരോട് എഴുതിയുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ഖുർആൻ പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അത് ജമ്മ് ചെയ്യാനാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഇവിടുന്ന് ശേഖരിച്ചിട്ട് അതിൻ്റെ രേഖ കൊണ്ടുവരിക. റസൂലിൻ്റെ കാലഘട്ടത്തിൽ എഴുതി വെച്ച രേഖകൾ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞതാ. അപ്പോൾ ഒരു രേഖ കാണാതെയായി, അതിൻ്റെ അർത്ഥം ആയത്ത് ആർക്കും അറിയാതെയായി എന്നല്ല. ചോദിക്കട്ടെ, സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത് കാണുന്നില്ല എന്നെങ്ങനെ ഇവർക്ക് മനസ്സിലായത്? എന്നിട്ടാണല്ലോ തപ്പി നടന്നേ. സൂറത്ത് തൗബയിൽ അവസാനം ഒരു ആയത്തുണ്ട്, അത് കാണാനില്ലല്ലോ എഴുതിയ രേഖയിൽ എന്നാ എങ്ങനെ മനസ്സിലായി? ഇതിവർക്ക് കാണാതെ അറിയാന്നേ. സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്തുണ്ട്, അത് എഴുതിയ രേഖയിലില്ല എന്ന് മനസ്സിലാവണമെങ്കിൽ അവർക്ക് കാണാതെ അത് അറിയാമായിരുന്നു. കാണാതെയുള്ളത് വേറെ സ്ഥലത്ത് പുതുതായിട്ട് എഴുതാൻ അവരോട് കൽപ്പിച്ചില്ല, ഉള്ളത് ശേഖരിക്കാനേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് തപ്പി നടന്നത്. ഒരാൾ എഴുതി വെച്ചത് അത് കിട്ടുകയും ചെയ്തു. അതല്ലാതെ ഖുർആൻ എല്ലിലായിരുന്നു, പല്ലിലായിരുന്നു, പുല്ലിലായിരുന്നു എന്ന് പറയരുത്. ഖുർആൻ അതല്ല. ഖുർആൻ മനുഷ്യരുടെ മനസ്സിലാണ്, ഇന്നും മനസ്സിലാണ്. 14 നൂറ്റാണ്ടായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് കൈമാറി വരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് നശിപ്പിക്കാൻ കഴിയില്ല. അത് എന്തു ചെയ്താലും ഇക്കണ്ട മുഴുവൻ മനുഷ്യരെ ഒന്നായിട്ട് കൊന്നൊടുക്കേണ്ടി വരും. അതല്ലാതെയൊന്നും ഖുർആൻ ഒരു കാരണവശാലും പോവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഖുർആൻ മൊത്തം നശിപ്പിച്ചാലും 2 ദിവസം കൊണ്ട് കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ കോപ്പി ഉണ്ടാക്കാൻ പറ്റും. അതിന് പറ്റിയ കുട്ടികൾ ഇന്ന് നിലവിലുണ്ടെന്ന്. പഴയ കാലത്ത് അതിനേക്കാൾ കൂടുതലുണ്ട്. കാരണം എഴുത്തിനെ ആശ്രയിക്കാത്ത കാലത്ത് അത് കാണാതെ പഠിക്കുന്ന സ്വഭാവമായിരുന്നു. അപ്പോൾ പറഞ്ഞതിനർത്ഥം ഒരായത്ത് കാണാതെയായി പോയി, മറ്റൊരായത്ത് ആട് നിന്ന് പോയി, ഒരർത്ഥവുമില്ല ഇതിനൊന്നും. മുസ്ലിങ്ങൾ 5 നേരത്തെ നമസ്കാരത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യുന്നതാണ് ഖുർആൻ. അതുകൊണ്ട് അത് അവർക്ക് മനഃപ്പാടമായിരുന്നു. റമദാൻ മാസത്തിലെ മൊത്തം ഓതി തീർക്കല. ഇത് ഇന്ന് തുടങ്ങിയൊന്നുമില്ല, നേരത്തെ ഉള്ളത് തന്നെയാണ്. അതങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓതി തീർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമസ്കാരത്തിലൊക്കെ അങ്ങോട്ട് തീർക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഓരോ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഇറങ്ങിയ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ തിരിച്ചും മറിച്ച് ഓദിക്കുകയായിരുന്നു. അതിനൊരു ക്രമമുണ്ട്, അതങ്ങ് നിലവിലുണ്ടായിരുന്നു.
ഇങ്ങനെ മനുഷ്യ മനസ്സുകളിൽ കുടികൊള്ളുന്ന ഖുർആനിനെ ചെതൽ കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല. അതിന് ആട് തിന്നാൻ പറ്റില്ല. ഏതോ ഒരു സ്ഥലത്ത് എഴുതിയ രേഖ കണ്ടില്ല എന്നതുകൊണ്ട് ഖുർആൻ ഒന്നും സംഭവിക്കില്ല. ഒരു രേഖയും വേണ്ട ഖുർആനും. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഖുർആനെ നമ്മൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഇത്തരം വളരെ ബാലിശമായ സ്വതന്ത്ര ചിന്തയോ എന്ത് ചിന്ത പറഞ്ഞാലും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത, ഒരു സ്വതന്ത്രതയില്ലാത്ത ഇത്തരം ചിന്തകൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഖുർആൻ എന്താണെന്നും അതെങ്ങനെയായിരുന്നു, അതിൻ്റെ ക്രോഡീകരണം, അവതരണം എങ്ങനെയായിരുന്നു, അത് സൂക്ഷിച്ചു വെച്ചത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. മറ്റൊരു വലിയ ആരോപണമുണ്ട്. ഇത് ഈ സ്വതന്ത്ര ചിന്തകർ പറയുന്ന ആരോപണമൊന്നും അവരുടേതല്ല കേട്ടോ. നേരത്തെ കാലത്തെ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പ്സ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ്. ഒരുപാടെണ്ണം ക്രിസ്ത്യാനികൾ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവർ പറയണത് ഖുർആൻ ഒറ്റ കോപ്പി ഉണ്ടായിരുന്നുള്ളൂ. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കോപ്പി ഉണ്ടാക്കിയല്ലോ, അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഉമർ ഖത്താബിൻ്റെ കയ്യിൽ കൊടുത്തതാ ഒരു കോപ്പി, ആകെയുള്ള ഒരു കോപ്പി. ഉമർ ഖത്താബിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകളും നബിയുടെ ഭാര്യയുമായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കൈവശമായിരുന്നു സൂക്ഷിച്ചിരുന്ന ഒറ്റ കോപ്പി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം അതിൻ്റെ വിസ്തൃതി വളരെ വർദ്ധിച്ചു. മറ്റു ഒരുപാട് അറേബ്യയല്ലാത്ത മറ്റു നാടുകളിലേക്ക് ഇസ്ലാം അതിശീഘ്രം കുതിച്ചുപോയ ഒരു ചരിത്ര സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ പേർഷ്യക്കാരുണ്ട്, അതിൽ റോമക്കാരുണ്ട്, പലതരം ഗോത്രവർഗ്ഗങ്ങളുണ്ട്. പലതിലേക്കും ഇതിങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം വളരെയധികം വളർന്നപ്പോൾ അവിടെയൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. നമുക്ക് പ്രശ്നമൊന്നും തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ചുരുങ്ങിയത് 4 കോപ്പിയെങ്കിലും ഖുർആൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പണ്ടേ ലോകത്തിനാകെ ഒറ്റ കോപ്പിയേ ഉള്ളൂ. അത് ഖലീഫയുടെ കയ്യിലോ ഹഫ്സയുടെ കയ്യിലോ ഒക്കെ കിടക്കുവാണ്. വേറെ ആരെടുത്തും ഖുർആൻ്റെ കോപ്പി ഇല്ല. പിന്നെ കേട്ടവനെ കേട്ട് ചൊല്ലി പഠിച്ച് തരുന്ന ആൾ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതുപോലെ പഠിച്ചു പോവാണ്. ആര്? അറബികളല്ലാത്ത ആളുകൾ. ഈ അറബികളല്ലാത്ത ആളുകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ വായിച്ചാൽ തെറ്റും, അവർ ഓതിയാൽ തെറ്റും. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചില അക്ഷരങ്ങളുടെ ഉച്ചാരണമൊക്കെ പഠിച്ചത്. എന്നിട്ടും ഇപ്പം ശരിയാകാത്തവരായിരിക്കും ഭൂരിപക്ഷം. മര്യാദക്ക് കാഫ് ഉച്ചരിക്കാൻ അറിയില്ല, മര്യാദക്ക് മറ്റേ അക്ഷരം അറിയില്ല. അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോഴും ഇരിപ്പുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറബികളല്ലാത്തത് കൊണ്ടാണ്. ഇത് പേർഷ്യക്കാരും റോമക്കാരും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴേ അവരൊക്കെ അവരുടെ ഭാഷയിലായി ഓതൽ പല രൂപത്തില്. കാരണം ഒത്തുനോക്കാനാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഖുർആനില്ല, അതിൻ്റെ കോപ്പിയൊന്നുമില്ല, ആകെ ഒന്നേ ഉള്ളൂ, അച്ചടിയില്ല, യന്ത്രമില്ല, ഒന്നുമില്ലാത്ത കാലം. അപ്പം പല സ്ഥലത്തും പല ജാതി തരത്തിൽ ആളുകൾ ഓതുക. കേട്ടാൽ ഇത് ഖുർആൻ തന്നെയാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥ വരെ വരുന്നു. കാരണം വേറെ വേറെ ഭാഷയല്ലേ. അപ്പം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വന്ന തീരുമാനമാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും മിനിമം ഒരു കോപ്പിയെങ്കിലും ഒറിജിനൽ ഖുർആൻ കൊടുത്തയക്കണം. കാരണം ഇത് ആൾക്കാർ ഓതിയിട്ട് തെറ്റിക്കുകയാണ് പലയിടത്തും. അത് തിരുത്തണമെങ്കിൽ അവനവൻ്റെ രാജ്യത്ത് ഒരു കോപ്പി ഉണ്ടെങ്കിൽ അത് അറിയാവുന്ന ഒരാൾക്ക് നോക്കിയിട്ട് അത് തിരുത്താൻ പറ്റും. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇത് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞ അതേ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അത് ഏൽപ്പിച്ചു. ഹഫ്സ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു കോപ്പി കൊണ്ടുവരിച്ചു. എന്നിട്ട് അത് നോക്കിയിട്ട് പകർത്തി എഴുതി. അതാണ് ആദ്യത്തെ ഖുർആൻ്റെ കോപ്പി എടുക്കൽ. അന്ന് ഫോട്ടോസ്റ്റാറ്റ് ഇല്ല, കമ്പ്യൂട്ടർ പ്രിൻറ്റിംഗ് ഇല്ല, DTP ഇല്ല, ഒരു സാധനവും ഇല്ലല്ലോ. കൈകൊണ്ട് എഴുതി തീർക്കണം. എത്രങ്ങാനും ദിവസം എടുക്കും. അത് ഇന്നത്തെ പോലെ കടയിൽ ചെന്നിട്ട് 10 രൂപയ്ക്ക് A4 എന്ന് പറഞ്ഞാൽ കിട്ടൂല. അന്ന് കടലാസൊന്നും കിട്ടാത്ത കാലമാണ്. അപ്പോൾ ഭയങ്കര ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കാലങ്ങൾ എടുത്തുകൊണ്ടാണ് 7 കോപ്പികൾ എഴുതിയുണ്ടാക്കിയത്. അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെ അതിൻ്റെ ഓരോ കോപ്പികൾ കൊടുത്തയച്ചു. ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലേ. ഇനി പറയുന്നിടത്താണ് പ്രശ്നം, ശ്രദ്ധിച്ചോണം. ഈ 7 കോപ്പികൾ കൊടുത്തയച്ചതിന് ശേഷം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഓർഡർ പുറപ്പെടുവിച്ചു. ഇതല്ലാത്ത മുഴുവൻ ഖുർആനിൻ്റെ പ്രതികളും കരിച്ചു കളയണം. ഈ 7 എണ്ണമല്ലാത്ത ബാക്കി ആരുടെയൊക്കെ കയ്യിൽ ഖുർആൻ എഴുതിയതുണ്ടോ മുഴുവൻ ചുട്ടരിക്കണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ എല്ലാം കരിച്ചു എന്നാണ് ചരിത്രം. അവിടെയാണ് ഇവരുടെ സംശയം തലപൊക്കുക. അപ്പോൾ ഖുർആൻ പലതുണ്ടായിരുന്നു, പല രൂപത്തിലാണ് സഹാബികൾ എന്ന ഖുർആൻ ഓതിയിരുന്നത്, പല ജാതി ഖുർആൻ ഉണ്ടായിരുന്നു. അപ്പം മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇത് ദൈവിക ഗ്രന്ഥമാണ്, സ്ഥാപിക്കണമെങ്കിൽ ഒറ്റ ഖുർആനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഖലീഫയുടെ നേതൃത്വത്തിൽ ചില
തട്ടിക്കൂട്ടലുകൾ നടത്തി ഒരു പ്രത്യേക ഖുർആനൊക്കെ എഴുതിയുണ്ടാക്കി ബാക്കി എല്ലാവരോടും ഖുർആൻ കത്തിക്കാൻ പറഞ്ഞു. അതെന്തിനാ കത്തിക്കാൻ പറഞ്ഞത്? അത് തെറ്റായ ഖുർആനായിട്ടല്ലേ? ഒറിജിനൽ ഖുർആൻ ആ കത്തിച്ച കൂട്ടത്തിലായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് വസുവാസം ഉണ്ടാക്കാം. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നിങ്ങളും കേട്ട് കാണും ഒരു പക്ഷേ ഈ കത്തിച്ച സംഭവങ്ങൾ, ഈ കത്തിച്ചതും കരിച്ചതുമായ സംഭവങ്ങൾ ധാരാളമായിട്ട് പലയിടത്തും ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലുള്ള മുസാഫ് കത്തിക്കാൻ പറഞ്ഞത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓരോരുത്തരും അവനവൻ്റെത് എന്തായിക്കോട്ടെ സൂക്ഷിച്ചിട്ട് ഓതിക്കോട്ടെ എന്ന് വെച്ചാൽ പോരായിരുന്നോന്നാ? അങ്ങനെ ഓതാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോരുത്തരും എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ കേട്ടതനുസരിച്ച് അവനവൻ്റെ ഭാഷയനുസരിച്ച് അവന് മനസ്സിലായ അറബി ഭാഷ. അറബികളുടെ കഥയല്ല ഈ പറയണ കേട്ടോ. പേർഷ്യക്കാരും റോമക്കാരും ബാക്കിയുള്ള ആളുകളൊക്കെ ഇസ്ലാമിൽ വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ അതായത് ഇപ്പം നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഖുർആൻ ഒരാളിങ്ങനെ ഓതി പഠിപ്പിച്ചു കൊടുക്കുന്നു. മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ കുട്ടികൾ അവർക്കറിയുന്ന ഒരു ഭാഷയിൽ ഒരു എഴുത്തുണ്ടത്. ഇത് ഒറിജിനൽ ഖുർആനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അതിൽ എന്തൊക്കെ അബദ്ധം ഉണ്ടാവും, എന്തൊക്കെ തെറ്റുണ്ടാവും. നമ്മൾ വലിയ മുതിർന്ന ആളുകൾ നമ്മുടെ ഈ ഖുർആൻ്റെ പലയാതി എക്സാം പഠനം എന്നൊക്കെ പറഞ്ഞ് പലതും നടക്കുന്നില്ലേ? ഇതിലൊക്കെ നമ്മളൊക്കെ എഴുതി വെക്കണമൊക്കെ കറക്റ്റാ? അക്ഷരം തെറ്റൊന്നുമില്ല, തീരെ തെറ്റൂല. തെറ്റൂന്നേ. അത് എഴുതുന്ന സമയത്ത് അക്ഷരങ്ങൾ തെറ്റും. കാരണം നമ്മളാ ഭാഷക്കാരല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുമില്ല. പഠിക്കുന്ന ആളുകൾ അത് എഴുതി വെക്കണ സമയത്ത് അത് ശരിയാക്കി കൊടുക്കാൻ പറ്റിയ ആളില്ലാതിരിക്കുകയോ അത് ഒത്തുനോക്കാൻ പറ്റിയ കോപ്പികൾ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ അബദ്ധങ്ങൾ സംഭവിക്കാം. അങ്ങനെ ഓരോരുത്തർ അവർക്ക് മനസ്സിലായതിനനുസരിച്ച് എഴുതി വെച്ച കുറേ തെങ്ങിൻ്റെ ഓലയോ എന്താണെന്ന് വെച്ചാൽ അതുണ്ടായിരുന്നു. ഒറിജിനൽ ഖുർആൻ, അതായത് പ്രവാചക കാലഘട്ടത്തിന് ശേഷം പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് അതേപടി എഴുതി വെച്ച സാധനങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒന്നിച്ചു ചേർക്കുന്നു. വ്യത്യാസമല്ലേ? നബി കണ്ടിട്ട് അംഗീകരിച്ച സാധനമാണ്. അതിൽ നിന്ന് നേരിട്ട് കോപ്പി എടുത്തിട്ടാണ് 7 കോപ്പി ഉണ്ടാക്കിയ ഒറിജിനൽ ഖുർആൻ അതാണ്. അത് കൊടുത്തേച്ചായിട്ട് പറഞ്ഞു ബാക്കിയൊക്കെ കരിച്ചാളി, നിങ്ങൾ പഠിക്കണ കാലത്ത് എഴുതി വെച്ചതല്ലേ, അബദ്ധങ്ങൾക്ക് ധാരാളം സാധ്യതയുണ്ട്, അതുകൊണ്ട് ബാക്കി കരിച്ചോളൂ എന്ന് പറഞ്ഞു. അത് തെറ്റല്ല. അത് ഖുർആനിൻ്റെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാനും നിങ്ങളും പഠിക്കണ കാലഘട്ടത്തിൽ എഴുതി വെച്ച ഖുർആൻ ഉണ്ടല്ലോ, അത് ഒറിജിനൽ ഖുർആൻ അംഗീകരിക്കണം നമ്മൾ വാശി പിടിച്ചാൽ എന്താ ചെയ്യുക? അതിൽ കാഫ് ഉണ്ടാവുമോ പഠിച്ചോനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവുക? അതിന് എഴുതേണ്ട സ്ഥാനത്ത് എന്തായാലും ഹംസ എഴുതാതിരിക്കൂല, ആന്ന് എഴുതി കാണും. ഞാൻ എഴുതിയതാണ് ശരി, ഇതാണ് ഖുർആൻ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അതല്ല ഖുർആൻ, അത് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി എഴുതി വെച്ച ചില കഷ്ണങ്ങൾ, ചില തുണ്ടകൾ ഉണ്ടായിരുന്നു. അത് കരിച്ചു കളയണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ ഇത്രയും ഭംഗിയായിട്ട് ലോകത്ത് നിലനിൽക്കുന്നു. അതല്ല ഓരോരുത്തരും എഴുതുന്നതും ഖുർആനായിട്ട് അംഗീകരിക്കണമായിരുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 ഖുർആൻ ഉണ്ടാവും. കാരണം 4 ആൾ 4 കോലത്തിലായിരിക്കും എഴുതുക. അത്രയാണ് നമ്മുടെ വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് ഈ ഒരു സംഗതി എടുത്തു പറഞ്ഞിട്ടാണ് അതൊക്കെ കരിച്ചു കളഞ്ഞു പോയില്ലേ, ആയത്ത് അങ്ങനെ നഷ്ടപ്പെട്ടില്ലേ, അത് ആട് തിന്നു പോയില്ലേ, അത് കല്ലുടഞ്ഞു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വസുവാസം ഉണ്ടാക്കുക ഒന്നുമില്ല. 4 ചോദ്യം അതിൻ്റെ ഉത്തരവും ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 5 ഖുർആൻ ഒരു അത്ര വലിയ മുന്തിയ കിതാബൊന്നുമല്ല, ഗ്രന്ഥമൊന്നുമല്ല. ഇത് മുഹമ്മദ് നബി വരുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടായിരുന്നു. അത് ഖുർആനിലുണ്ടല്ലോ, യഹൂദി നസാറ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ കയ്യിൽ ഗ്രന്ഥം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളതിനെ ബൈബിൾ എന്നാണ് വിളിക്കുക. അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ഈ ബൈബിള് കോപ്പി അടിച്ചുണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് ഖുർആൻ. അതിൽ വേറൊരു ചുക്കുമില്ല എന്നാണ് നേരത്തെ ഉള്ള ഒരുപാട് പഴക്കമുള്ള വാദമാണ്. പക്ഷെ ഇപ്പോഴും ഇന്നും കേരളത്തിലെ തലയെടുപ്പുള്ള ഫ്രീ തിങ്കറോ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവർ അവതരിപ്പിച്ച പ്രസംഗത്തിൽ പോലും പറയണത് ബൈബിൾ അപ്പടി കോപ്പി അടിച്ചു വെച്ചതാണെന്നാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ആരോപണമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ നോക്കുമ്പോൾ നമുക്കും തോന്നും ശരിയാണല്ലോ. എന്താ കാര്യം? ബൈബിളിൽ ആദം എന്നില്ലേ, ആദാമിൻ്റെ ഹവ്വേൻ്റെ ഒക്കെ കഥ ബൈബിളിലുണ്ടല്ലോ, ഉണ്ട്. ഖുർആനിൽ ആദാം ഹവ്വ എന്നില്ലേ, ഉണ്ട്. അതിലെ കോപ്പി. ശരി. അപ്പം ആദാമിൻ്റെയും ഹവ്വേൻ്റെയും കഥ ബൈബിളിലുണ്ടായിരുന്നു. മുഹമ്മദ് നബി അതെന്തായി കോപ്പി അടിച്ചെഴുതി. ഇബ്രാഹിമിൻ്റെ അബ്രഹാം കഥ ഉണ്ടല്ലോ, ജനസിസ് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ കഥ വളരെ വിശദമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അതേ കഥ
സാറയും ഹാജറയും ഇസ്മായിലും ഇസ്ഹാക്കും ഒക്കെ ഉള്ള അതേ കഥ തന്നെയല്ലേ നിങ്ങളെ ഖുർആനിലും? അത് ഞങ്ങൾ പറഞ്ഞു ഇതൊരു പുതിയ ദൈവം ഇറക്കിക്കൊടുത്ത മാനവരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടി ഇറങ്ങിയ സാധനമൊന്നുമല്ല. ഇത് പണ്ടത്തെ ബൈബിൾ ഇങ്ങനെ കോപ്പി അടിച്ചിട്ട് എഴുതി വെച്ചതാണ്. വേറെ ഏതൊക്കെ? മൂസയുടെ കഥ ബൈബിളില്ലേ? ഉണ്ടല്ലോ. മൂസയുടെയും ഫിറൗന്റെയും കഥ വളരെ വിശദമായി ബൈബിളിനകത്തുണ്ട്. അത് തന്നെയല്ലേ ഈ ഖുർആനിലുള്ളത്. ശരിയാ. മറിയം ബൈബിളിലില്ലേ? ഉണ്ട്. ഈസ ബൈബിളിലുള്ളതല്ലേ? ഈസേന്നല്ലേ ബൈബിള്, പുതിയ നിയമം എന്ന് പറയണത്. അപ്പോഴേ ഈ പഴയ കാലത്ത് ജൂത ക്രൈസ്തവരുമായുള്ള ബന്ധത്തിൽ നിന്ന് മുഹമ്മദ് നബിക്ക് ലഭിച്ച വിവരങ്ങൾ അദ്ദേഹം കോപ്പി ചെയ്തുണ്ടാക്കിയ ഒരു അറബി പുസ്തകം എന്നതിൽ കവിഞ്ഞ് ഇതിൽ ദൈവവും ഇല്ല, മാർഗദർശനവും ഇല്ല, ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് നിങ്ങളതൊക്കെ വിട്ടിട്ട് ഞങ്ങളെ കൂടെ പോരിന്നാണ്. പോന്നാൽ ഇവരെന്താ ചെയ്യുക എന്നുള്ളത് വേറെ ഒരു വിഷയമാണ്. അത് വളരെ രസകരമായിട്ട് ഇതുപോലെ ഒരു വേദിയിൽ അവതരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത് എന്താണ്? ഇപ്പോൾ ക്രിസ്ത്യാനികളും പറയുന്നുണ്ട് ആദം ഹവ്വ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട്, മൂസ എന്ന് പറയുന്നുണ്ട്, ഈസ എന്ന് പറയുന്നുണ്ട്, എല്ലാ നബിമാരെ പറ്റിയിട്ടും അവരും പറയുന്നുണ്ട്, നമ്മുടെ ഖുർആനിലുണ്ട്. അപ്പം ശരിയാ. മാത്രമല്ല, നമ്മുടെ മദ്രസയിലൊക്കെ പഠിക്കുന്ന ചരിത്ര പുസ്തകത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി പണ്ട് എങ്ങാണ്ട് ഇവിടെ ഒരു കച്ചവട യാത്രയൊക്കെ പോയില്ലേ? കച്ചവട യാത്ര സിറിയയിൽ പോയ പോക്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സന്ധിച്ചത് ഒരു ക്രിസ്തീയ പുരോഹിതനെയായിരുന്നു. എന്താണ്? ബഹീറയോ എന്തൊക്കെ പറഞ്ഞിട്ട് അയാളെ പേരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം തുടങ്ങിയതാണ് ക്രിസ്ത്യാനിസം പഠിക്കൽ, ബൈബിൾ പഠിക്കൽ. മുഹമ്മദ് നബി അദ്ദേഹം കച്ചവട യാത്രകൾ നടത്തുന്നയാളാണ്. പല കച്ചവട യാത്രകളും നടത്തുകയും ക്രിസ്തീയ ജൂത പുരോഹിതന്മാരുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അറേബ്യയിലെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് എഴുതിയുണ്ടാക്കിയതാണ്. ഇതിനപ്പുറത്തേക്ക് ഈ വേദഗ്രന്ഥം ഒന്നുമല്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താ ചെയ്യുക? ചിലപ്പം നോക്കുമ്പോൾ ശരിയാണോന്നും തോന്നും. അപ്പോഴേ ഇതിന് ഒരുപാട് ചരിത്ര വസ്തുതകൾ അധികമൊന്നും വേണ്ട. ഒരു ജസ്റ്റ് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരു പുസ്തകം വേറൊരു പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇത് ആധുനിക യുഗമാണ്. ഒരു കൃതി അല്ലെങ്കിൽ ഒരു ലേഖനം, ഒരു ആർട്ടിക്കിൾ വേറെ ഒരാളുടെ പുസ്തകത്തിൽ നിന്ന്, അയാളുടെ കൃതിയിൽ നിന്ന് കോപ്പി അടിച്ചതാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അതിന് അത്യന്താധുനികമായ സൗകര്യങ്ങളുള്ള കാലങ്ങളാണ്. പ്ലാജിയറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ. ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇന്ന് ലോകത്ത് വളരെ പ്രധാനപ്പെട്ട കൃതികളോ അതുപോലെ ഗവേഷണ തീസിസുകളോ ഒക്കെ കോപ്പിയാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആ സോഫ്റ്റ്വെയറിൽ കൊടുത്താൽ അറിയാൻ പറ്റും ഈ പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണോ, ലോകത്ത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചാണോ ഇതുണ്ടാക്കിയത് എന്ന് അറിയാൻ പറ്റുന്ന വളരെ ഡെവലപ്ഡായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറൊക്കെ ഉള്ളൊരു കാലഘട്ടമാണിത്. അത് വെച്ചിട്ട് നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ അറിയാൻ പറ്റും ഖുർആൻ ബൈബിളിൽ നിന്ന് ഉണ്ടാക്കിയതാണോ, കോപ്പി ചെയ്തതാണോ. കോപ്പിയാണെങ്കിൽ ഏതുതരം കോപ്പിയാണ്? കോപ്പി ഒരുപാട് തരം കോപ്പീസ് ഉണ്ട്, പലതരം കോപ്പികളുണ്ട്. ഡിറക്റ്റ് പ്ലാജിയറിസം, സെൽഫ് പ്ലാജിയറിസം, മൊസൈക്ക് പ്ലാജിയറിസം ആൻഡ് ആക്സിഡൻ്റൽ പ്ലാജിയറിസം എന്നൊക്കെ പറഞ്ഞ് കോപ്പിക്ക് ഒരുപാട് വകുപ്പുകളുണ്ട്. ഇതിൽ ഏത് വകുപ്പിൽപ്പെട്ട കോപ്പിയാണിത്? അത് ഇവിടെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കണില്ല, സമയം തീരെ ഇല്ലല്ലോ നമുക്ക്. കോപ്പിയാണ്. അപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കുകയോ ശാസ്ത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥ മതം എന്നൊക്കെ പറയുന്ന വിമർശകരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് പഠിച്ചിട്ട് ഒന്ന് സമർപ്പിക്കുക. ഇന്ന തരം കോപ്പിയാണത്, അത് അംഗീകരിക്കാൻ പറ്റാത്ത കോപ്പിയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ. ആകെ ഇപ്പോൾ കോപ്പി എന്ന് പറയാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കുറേ പ്രവാചകന്മാരെ കഥയൊക്കെ ഉണ്ട് അതിനകത്ത്. അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിൽ എന്താ ഇപ്പോൾ നോക്കിയാൽ അറിയില്ല ഇപ്പോൾ അത് കോപ്പിയാണോ എന്നുള്ളത്. ക്രിസ്ത്യാനികൾ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നു, മുസ്ലിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു. ചോദിക്കട്ടെ, ക്രിസ്തു മതക്കാർ വിശ്വസിക്കുന്ന ദൈവവും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും ഒരേ തരം ദൈവമാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അല്ലേ? അള്ളാഹു ഏകനാണ്. നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസമുണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയതാ? അത് ഖുർആനിൽ നിന്ന് കിട്ടിയതാണ്. ബൈബിൾ അനുസരിച്ചിട്ട് വിശ്വസിക്കുന്ന ദൈവവിശ്വാസം എന്താ? നിലവിലുള്ള ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏത് ഗ്രൂപ്പായാലും വളരെ ന്യൂനപക്ഷത്തെ ഞാൻ ഒഴിവാക്കുന്നു, എന്നാൽ പോലും
ദൈവത്തെക്കുറിച്ച് അവരുടെ കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമാണ്. ദൈവം നമ്മൾ വിചാരിച്ച മാതിരിയുള്ള ഒരു അള്ളയൊന്നുമല്ല ഉള്ളത്. എന്തൊക്കെയോ 3 കൂടിക്കലർന്നിട്ട് ജോയിൻ്റായ എന്തോ ഒരു സാധനമാണ്, ത്രിയേകത്വം അങ്ങനെ എന്തോ പറയും. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേക തരം ദൈവമാണ്. മുഹമ്മദ് നബി ആ ബൈബിളാണ് കോപ്പി അടിച്ചിരുന്നതെങ്കിൽ ഖുർആനിലും അങ്ങനത്തെ ഒരു പിതാവും പുത്രവും പരിശുദ്ധാത്മാവും അല്ലേ വരേണ്ടിയിരുന്നത്? നമ്മുടെ ദൈവവിശ്വാസവും അവരുടെ ദൈവവിശ്വാസവും വളരെ സമ്പൂർണ്ണമായി എങ്ങനെ വ്യത്യാസമായി? ഒരേ കോപ്പിയാണെങ്കിൽ ഒരേ സാധനം അതിൽ നിന്ന് കിട്ടണം, അത് കിട്ടൂല. പ്രവാചകന്മാരിലൂടെ വിശ്വാസം, നമ്മൾ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിയുടെ പ്രവാചകത്വ വിശ്വാസം എന്താണ്? ഏതെങ്കിലും ക്രിസ്ത്യാനി നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്, നിങ്ങൾ അവരെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയെന്ന് ചോദിക്കും. നമ്മൾ പറയുന്നത് പോലെ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യർക്ക് നേർമാർഗം കാണിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിക്കുന്ന വ്യക്തിത്വങ്ങളായി ഏതെങ്കിലും ക്രിസ്ത്യാനി പ്രവാചകനെ വിശ്വസിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നബിയെ? ഒരിക്കലും ഇല്ല. ആ പ്രവാചകത്വം വേറെ, നമ്മുടെ പ്രവാചകത്വം വേറെയാ. അതെങ്ങനെ രണ്ടാവുക? രണ്ടും ഒരേ കോപ്പിയാണെങ്കിൽ മാറാൻ പാടില്ലല്ലോ. അതിൽ പറയണത് ഇതിൽ പറയണത് ഒന്നാകണ്ടേ? പരലോക വിശ്വാസം, ഞാൻ 3 പറയണത്: തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. പരലോക വിശ്വാസം, മുസ്ലിങ്ങളുടെ പരലോക വിശ്വാസവും ക്രിസ്ത്യാനിയുടെ പരലോക വിശ്വാസവും ഒന്നാണോ? അല്ലെങ്കിൽ എന്തോ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. നിലവിൽ അത് വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പം പിന്നെ അതിൻ്റെ കോപ്പി ഇതാവുക. കോപ്പിയാണെങ്കിൽ ഒരുപോലെ ആകണമായിരുന്നു. വ്യത്യാസമാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ ഇത് മാത്രമല്ലേ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസം. ആരാധനാകർമ്മങ്ങൾ ഖുർആനിൽ നിന്ന് കിട്ടുന്നതാണ്. സകല ആരാധനാകർമ്മങ്ങളുടെയും അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഹദീസിൽ നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ ആരാധനാകർമ്മങ്ങളും ക്രിസ്ത്യാനിസത്തിലെ ആരാധനാകർമ്മങ്ങളും ഒന്നാകണ്ടേ? അതേ സാധനം കൊണ്ട് പകർത്തി എഴുതിയതാണെങ്കിൽ ഒന്നല്ലല്ലോ, വളരെ വ്യത്യാസമുണ്ടല്ലോ. ആരാധനയുടെ വ്യത്യസ്ത ഇനങ്ങൾ, വൈവാഹിക നിയമങ്ങൾ, ക്രിസ്ത്യാനിയുടെ വിവാഹ നിയമവും ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ വിവാഹ നിയമവും ഒന്നാണോ? വിവാഹമോചനം, അതുപോലെ കുടുംബജീവിതം, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നിയമവും അവരുടെ നിയമവും ഒന്നാണോ? വളരെ വ്യത്യസ്തമാണ്. പിന്നെ എവിടെ എന്ത് കോപ്പി എന്നായി പറയണത്? എവിടെയാ കോപ്പി? ഏത് നിയമമാണ്? എന്താണ് ഈ കോപ്പിയായി വന്നത്? കച്ചവട നിയമങ്ങൾ, കച്ചവടം എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ള കൃത്യമായ നിയമം നമുക്കുണ്ട്. അതിൻ്റെ ബേസിസ് ഖുർആനാണ്. ആ കച്ചവട നിയമങ്ങൾ അനുസരിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ബൈബിൾ അനുസരിച്ചിട്ട് കച്ചവട നിയമം നോക്കിയാൽ രണ്ടും ഒന്നാണോ? വളരെ വ്യത്യാസമുണ്ട്. ഭക്ഷണം, എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ, നമ്മുടെ നിയമമല്ല അവരുടെ നിയമം. പിന്നെ എവിടെയാണ് കോപ്പി വന്നത്? എന്ത് കോപ്പി എന്നായി പറയണത്? വെറുതെ നുണ പറയാന്ന്. ഈ നുണ പറയണതിൻ്റെ പേരാണ് ഫ്രീ തിങ്കിങ്. എന്താണ് ഇതിന് പറയാ? സ്വതന്ത്ര ചിന്ത. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്ത സ്വതന്ത്രമായ സാധനമാണ്. ചിന്തയില്ല, ചിന്താമുക്തമായ ഒരു പ്രത്യേക പ്രസ്ഥാനം. ചിന്താമുക്തം എന്ന് പറയലാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോഴേ ഇത് കോപ്പിയല്ല. പിന്നെ ആകെയുള്ളത് ആദം, ഹവ്വ, ഇബ്രാഹിം, മൂസ, ഈസ എന്നൊക്കെ അവരും പറയുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ട്. ഇത് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. പക്ഷേ അവർ പറയണ ആദം വേറെ, നമ്മൾ പറയണ ആദം വേറെ. അവർ പറയണ ആദം എന്താണ്? അതൊരു വല്ലാത്തൊരു ഇതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും, ദൈവം പൊടിമണ്ണിൽ നിന്ന് മനുഷ്യനെ, അതായത് ആദാമിനെ സൃഷ്ടിച്ചു. ഖുർആനിലെ ആദാം പൊടിമണ്ണ് നല്ല ഉണ്ടായത്. മിൻ തീനിൽ ലാസിബ്, ഒട്ടിപ്പിടിക്കണ കളിമണ്ണിൽ നിന്നുണ്ടായതാ. പൊടിമണ്ണ് വേറെ, കളിമണ്ണ് വേറെ. അവിടെ തന്നെ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ ആദാം വേറെയാണ്, ഇവിടുത്തെ ആദാം വേറെ. കോപ്പി അടിച്ചാൽ അതന്നെ കൊണ്ട് പകർത്തി വെക്കണ്ടേ? അതിനല്ലേ കോപ്പി എന്ന് പറയാം. അത് വ്യത്യാസമാണല്ലോ. ആദമിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീയുടെ പേര് ഹവ്വ എന്ന് ബൈബിളിൽ പറയണു. ഖുർആനിൽ അങ്ങനെ ഒരു പേരേ ഇല്ല. അത് വിചാരിച്ചിട്ട് ആ പെണ്ണിന് ഹവ്വ എന്ന് പേരില്ല എന്ന് ഞാൻ പറയണില്ലേ. അത് ഹദീസുകളിൽ ആ പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഖുർആനിലില്ലല്ലോ. ഖുർആൻ ബൈബിളിൻ്റെ കോപ്പിയാണെങ്കിൽ എന്തുകൊണ്ട് ഹവ്വ എന്ന പേരുണ്ടായില്ല? ബൈബിളിൽ പറയുന്നു ആദം ഉറങ്ങുന്ന സമയത്ത് ദൈവം വാരിയല് ഊരിയെടുത്തിട്ടാണ് ഹവ്വ ഉണ്ടാക്കിയതെന്ന്. ഖുർആനിൽ അങ്ങനെ ഇല്ലേ ഇല്ല. അതായത് ബൈബിളിലുള്ള ഒരു തരം തെറ്റായ പരാമർശങ്ങളും ഖുർആനിലില്ല. ഖുർആനിലെ ഹവ്വ വേറെ, ബൈബിളിലത് വേറെ. പേരുണ്ട് ആദം എന്ന്. ഇത് മാത്രമേ നമ്മൾ തമ്മിൽ ഒക്കുള്ളൂ. ബാക്കി പോകുന്നത് വളരെ വ്യത്യസ്തമാണ്. കാരണം ബൈബിളിൽ വരുന്ന തെറ്റുകൾ തിരുത്തുക കൂടി വിശുദ്ധ ഖുർആന്റെ അവതരണത്തിൻ്റെ ലക്ഷ്യമാണ്. മുസദ്ദിഖൻ 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 എന്ന് പറയും ഖുർആനെ പറ്റിയിട്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി വൽ ഇഞ്ചീൽ എന്നൊക്കെ പറയും. ഇഞ്ചീലിനെയും തൗറാത്തിനെയും മുസദ്ദിഖാക്കുക എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തുക. ഒരുപാട് തെറ്റ് വരുത്തിയിട്ടുണ്ട് അതിൽ.
ആദമിൽ തെറ്റുവരുത്തി, ഹവ്വയിൽ തെറ്റുവരുത്തി, ആദർശങ്ങളിൽ മൊത്തം തെറ്റുവരുത്തിയിട്ടുണ്ട്. അത് മൊത്തം ശരിപ്പെടുത്തുന്ന പണി കൂടി ഖുർആനുണ്ട് എന്നാണ്. ആ ശരിപ്പെടുത്തലിൽപ്പെട്ടതാണിത്. അങ്ങനെ എത്ര പറഞ്ഞാൽ തീരൂല്ല കേട്ടോ. സ്വർഗത്തിൽ താമസിപ്പിക്കണത് മുതൽ കഥകൾ ഭയങ്കരമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുന്നില്ലേ, തിന്ന പഴം എന്തായിരുന്നു, ഏത് പഴമാണ്, എങ്ങനെയാണ്. ഖുർആനും ബൈബിളും തമ്മിൽ ഒരു നിലക്കും യോജിക്കൂല. ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ യോജിക്കൂ, ബാക്കിയൊന്നും യോജിപ്പില്ല. ഇബ്രാഹിം വേണ്ട, നൂഹിൻ്റെ കഥയില്ലേ, നൂഹ് എന്ന് ബൈബിളിലുണ്ട്, നോഹ. ഖുർആനിലും നൂഹ് എന്നുണ്ട്. അത് കോപ്പി. അപ്പം നൂഹ് എന്നുള്ളത് മാത്രം കോപ്പിയാണെങ്കിൽ കോപ്പി ഇല്ലാത്ത വല്ല പുസ്തകം ഉണ്ടാവുമോ? ആ പുസ്തകത്തിൽ അവൻ ഉണ്ട്, ഈ പുസ്തകത്തിലും അവൻ ഉണ്ട്. അത് കോപ്പിയാന്ന് പറയാൻ പറ്റും? നൂഹ് ആരായിരുന്നു? നൂഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉലുൽ അസ്മ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഏറ്റവും ദൃഢമനസ്കരായ 5 പ്രവാചകന്മാരിൽ ഏറ്റവും മാതൃകാ പുരുഷനായ പ്രവാചകനായിട്ടാണ് ഇസ്ലാം നൂഹ് അലൈഹിസ്സലാമിനെ അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്ന എത്രയോ കാലങ്ങൾ പ്രബോധനം നടത്തിയ ഒരു മഹാനായ പ്രവാചകൻ, 5 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു വ്യക്തി. ബൈബിളിൽ നൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. ആ നൂഹ് എന്താണ്? മൂക്കറ്റം കള്ളു കുടിച്ച് രാത്രി കിടന്നുറങ്ങുന്നവൻ. അതാണ് ബൈബിളിലെ നൂഹ്. അതല്ലാതെ മാതൃകാ പുരുഷനായ ഒരു നൂഹ് ബൈബിളിലില്ല. സ്വന്തം പെൺമക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർക്ക് മക്കളുണ്ടായ നൂഹ്, അതാണ് ബൈബിളിലെ നൂഹ്. ഖുർആനിൽ എവിടെയെങ്കിലും നൂഹ് നബിയെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മൂക്കറ്റം കള്ളൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കും, സ്വന്തം പെൺമക്കളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ മക്കൾ ജനിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു നൂഹുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസമേ മുസ്ലിം സൊസൈറ്റിയിലില്ല. ഒരു പ്രവാചകനെ കുറിച്ച് അങ്ങനെ ആലോചിക്കാൻ പോലും മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല. ബൈബിളിലെ നൂഹ് അതാണ്. അത് കോപ്പി അടിച്ചതാണെങ്കിൽ അതല്ലേ ഇവിടെ വരേണ്ടത്? അങ്ങനത്തെ ഒരു നൂഹില്ല. കാരണം നൂഹിനെ ബൈബിൾ തെറ്റായി അവതരിപ്പിച്ചിരിക്കുന്നു. തെറ്റായി അവതരിപ്പിച്ചതിനെ മുസദ്ദിഖൻ, ശരിപ്പെടുത്തുന്ന പണിയാണ് ഖുർആന്. അതുകൊണ്ട് അത് കോട്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ശരി ഇന്നതാണെന്ന് ഖുർആന് പറയണം. അതിനുവേണ്ടി നൂഹിൻ്റെ കഥ പറഞ്ഞതാണ്, അതല്ലാതെ കോപ്പി അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. ഓരോ പ്രവാചകന്മാരെ കുറിച്ചിട്ടും ഇബ്രാഹിം ആയാലും ബാക്കി ഏത് നബി ആയാലും ബൈബിളിൽ സാമ്യമുണ്ട് എന്ന് കാണുന്നത് കേവലം പേരുകളിലോ മറ്റോ ഉള്ള സാമ്യം മാത്രമാണ്. ആശയത്തിൽ ഒരു സാമ്യവും ഖുർആനും ബൈബിളും തമ്മിൽ ഇല്ല. അതുകൊണ്ട് കോപ്പി നടന്നിട്ടില്ല. അങ്ങനെ കോപ്പി എടുക്കാനായിട്ട് പറ്റുകയില്ലായിരുന്നു. ഇവർ പറഞ്ഞ കേട്ടായിരിക്കും ബൈബിൾ ഇങ്ങനെ അച്ചടിച്ച് വിതരണം ചെയ്യായിരുന്നു ഇന്നത്തെ പോലെ. ഇന്ന് എല്ലാ വീട്ടിലും ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു തരും ബൈബിള്. അന്നേ അച്ചടി യന്ത്രം കണ്ടുപിടിക്കാത്ത കാലമാണ്. ഇത് കയ്യിൽ പകർത്തിയിട്ട് വേണം തരാൻ. അങ്ങനെ കിട്ടുന്ന കാലമൊന്നുമല്ല. ഏതായിരുന്നാലും കോപ്പി എന്ന് പറയുന്ന പരാമർശം വളരെ തെറ്റായ, ചരിത്രവുമായി നീതി പുലർത്താത്ത, ഒരു തവണയെങ്കിലും ബൈബിളും ഖുർആനും വായിച്ചവൻ അത് പറയില്ല. ഒറ്റ തവണ. നൂഹിൻ്റെ ചരിത്രം ഖുർആനിൽ വായിക്കുക, ബൈബിളിലും വായിക്കുക, എന്നിട്ട് പറയട്ടെ കോപ്പിയാണെന്ന്. ഇബ്രാഹിമിൻ്റെ ചരിത്രം ഖുർആനിൽ വായിക്കുക, ബൈബിളിൽ വായിക്കുക, എന്നിട്ട് പറയട്ടെ അത് കോപ്പിയാണെന്ന്. കോപ്പിയല്ല, ഇത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. അതുകൊണ്ട് അതിലങ്ങനെ അബദ്ധങ്ങളൊന്നുമില്ല. അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു എന്ന് പറയുന്നവരായ ഒരുപാട് ആയത്തുകൾ ഇവർക്ക് പറയാൻ സാധിക്കും. അത് എൻ്റെ ഇന്നത്തെ ഒരു പ്രതിപാദന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. അത് കോപ്പിയ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരു തവണ ബൈബിളോ ഖുർആനോ വായിച്ച ഒരാൾ പോലും അത് പറയില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. 5 കഴിഞ്ഞ് ഇനി 6ാമത്തെ ആൻഡ് ദ ലാസ്റ്റ് വൺ. 6ാമത്തെ ഇവർ പറയണത്, ഇവരുടെ പ്രഗത്ഭരായ ചില നേതാക്കന്മാർ എഴുതിയുണ്ടാക്കിയ ചില പുസ്തകങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ മാർക്കറ്റിൽ ലഭ്യമായ പുസ്തകങ്ങളുണ്ട്. ഇവരുടെ പ്രസംഗങ്ങളിലേക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുർആൻ ദൈവിക ഗ്രന്ഥം അല്ല. 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് അന്നത്തെ ഗോത്ര ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിൽ എഴുതി വെച്ചതാണ്. അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിൽ എഴുതി വെച്ചതാണ് ഈ ഖുർആൻ. അല്ലാതെ ദൈവമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏത് സാധാരണക്കാരനും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഖുർആനിലുള്ളൂ എന്ന് പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നുമില്ല. ഇതേ കൂടുതൽ മദ്രസാ വിദ്യാഭ്യാസമോ ഇത്തിരി ദൈവിക വിശ്വാസത്തിൻ്റെ ചുറ്റുപാടോ ഇല്ലാത്ത വീടുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇതൊക്കെ കേട്ടാൽ വലിയ കാര്യമാണ്. അവരതങ്ങ് വിശ്വസിക്കുകയാണ്. പിന്നെ ഇതൊന്നും ശരിയില്ല. മുഹമ്മദ് നബി എഴുതിയതാണ്. ഒന്നത് മുഹമ്മദ് നബി എന്തെഴുതി? അദ്ദേഹത്തിന് തോന്നിയ അന്നത്തെ ചിന്തകൾ എഴുതി വെച്ചതാണ്.
ഇതിൽ പകുതി ശരിയും പകുതി തെറ്റുമാണ്. ഒന്ന്, മുഹമ്മദ് നബി എഴുതൂല്ല. അത് നമുക്കെന്നല്ല, ലോകത്ത് ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പ്രവാചകൻ എഴുത്തും വായനയും അറിയാത്ത ആളാണ്. വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ല റുതാബൽ മുബ്തിലുൻ. നീ ഇതിനു മുമ്പ് ഒരു പുസ്തകം വായിച്ചിട്ടില്ല, ഇതിനു മുമ്പ് നിന്റെ വലം കൈകൊണ്ട് നീ ഒന്നും എഴുതിയിട്ടുമില്ല. അങ്ങനെ വായിക്കുകയോ എഴുതുകയോ ചെയ്തിരുന്നുവെങ്കിൽ സംശയിക്കുന്നവർക്ക് ചില സംശയങ്ങൾ ഉന്നയിക്കാമായിരുന്നു എന്നാണ്. ആ സംശയത്തിൽ നിന്ന് ഖുർആനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം പ്രവാചകനെ നിരക്ഷരനായി തന്നെ അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തിയത്. നീ എഴുതിയിട്ടില്ല, നീ വായിച്ചിട്ടില്ല, എഴുത്തറിയാമായിരുന്നു എന്ന് ചില ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. റവറൻഡ് ജി മാർഗോളിയത്തിനെ പോലെയുള്ള ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രേഖയൊന്നുമില്ല, തെളിവില്ല. മുഹമ്മദ് നബി എഴുതി എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. ഒരു തെളിവും ഒരിടത്തും ഇല്ല. അദ്ദേഹം നിരക്ഷരനായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് അദ്ദേഹം പറയുകയും ബാക്കിയുള്ളവർ എഴുതിയെടുക്കുകയാണ് ചെയ്യുക. ശരി, അപ്പോൾ മുഹമ്മദ് നബി അക്കാലഘട്ടത്തിൽ തനിക്ക് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം എഴുതി, അല്ലെങ്കിൽ ആരെ കൊണ്ടോ എഴുതിച്ചു. അതാണ് ഖുർആൻ. ഇത് പറയണമെങ്കിൽ ഒരു തവണ ഖുർആൻ വായിച്ച ഒരാൾ എങ്ങനെയാണിത് പറയാ? മുഹമ്മദ് നബി കൊണ്ടുവന്ന, അദ്ദേഹത്തിലൂടെ അവതരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഖുർആൻ 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാരായ ഒരു അറബിയുടെ സാധാരണ ചിന്ത മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു തവണ ഖുർആൻ വായിച്ചവൻ അത് പറയോ? ഒരു തവണ വായിച്ചവൻ, ഒരു ഗോത്രവർഗക്കാരനായ സാധാരണ അറബി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ എന്നാണ്. നേരത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞു. ഖുർആനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അത് അന്നെന്നല്ല ഇന്ന് ജീവിക്കുന്ന മനുഷ്യന് പോലും പറയാൻ പറ്റില്ല. അന്നത്തെ നിരക്ഷരൻ എന്നല്ല, ഇന്നത്തെ സർവ്വവിജ്ഞാനങ്ങളുടെയും കലവറയായ ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് വളരെ ഡീറ്റെയിൽഡായിട്ട് വലിയ വലിയ ശാസ്ത്ര കാര്യങ്ങളോ അതൊന്നും പറയാൻ ഞാനില്ല. വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, സാധാരണ കാര്യങ്ങൾ എന്നാണ് ഇവർ പറയാൻ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പറയാം. ഒറ്റ ഒരു കാര്യം, ഖുർആനിലെ കൂടെ പരാമർശിക്കുന്ന ചില പ്രവാചകന്മാരുണ്ട്. ചെറിയ നമുക്കറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുക. ബൈബിൾ കോപ്പി അടിച്ച പ്രവാചകന്മാരല്ല. ബൈബിളിൽ നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിൻ്റെ 66 പുസ്തകങ്ങളിലോ അപ്പോക്രിഫ പുസ്തകങ്ങളിലോ പറയാത്ത ഒരുപാട് നബിമാരെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. കോപ്പിയാണെങ്കിൽ അത് വരൂലായിരുന്നു. പോട്ടെ, ഹൂദ് അലൈഹിസ്സലാം, ആദ് എന്ന് പറഞ്ഞിട്ടൊരു വർഗം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മുമ്പ്. ആ വർഗത്തെ മുഴുവൻ എന്ത് ചെയ്തു? നമ്മൾ നശിപ്പിച്ചു. ഫ അമ്മ ആദുൻ ഫ ഉഹുലിക്കു ബി താഗിയ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊടുങ്കാറ്റടിച്ചിട്ടോ വെള്ളപ്പൊക്കം കൊണ്ടോ എങ്ങനെയൊക്കെയോ ചില സമൂഹങ്ങളെ നശിപ്പിച്ച കഥകളുണ്ട്. ബനു ഇസ്രായേൽ പ്രവാചകന്മാരെ കുറിച്ചിട്ടുള്ള, അറേബ്യൻ പ്രവാചകന്മാരെ കുറിച്ചിട്ടാണ്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച പരാമർശമുണ്ട് വിശുദ്ധ ഖുർആനിൽ. പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു നബിമാരെ കുറിച്ച് ഒരു സാധാരണ അറബിക്കും ഒരു വിവരമുള്ള അറബിക്കും അറിയില്ലായിരുന്നു. ഇവിടെ മുമ്പ് ഈ അറേബ്യയിൽ തന്നെ ഇങ്ങനെ ചില സമൂഹങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. ആദ് എന്നൊക്കെ പറയുന്ന വലിയ ചില മനുഷ്യന്മാർ, ഇറമദാത്തിൽ ഇമാദ്, വലിയ വലിയ തൂണുകൾ പടുത്തുയർത്തിയ, വലിയ സൗധങ്ങളും ബിൽഡിങ്ങുകളും നിർമ്മിച്ചിരുന്ന, തൻഹിതൂന മിനൽ ജിബാലി ബുയൂത്തൻ, പർവ്വതങ്ങൾ തുരന്ന് വലിയ വലിയ വീടുകളും കൊട്ടാരങ്ങളും നിർമ്മിച്ചിരുന്ന ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിരുന്നു എന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്രം. ഏതെങ്കിലും ഒരു സാധാരണ അറബിക്ക് അന്നത് അറിയായിരുന്നു? ഏതെങ്കിലും? മുഹമ്മദ് നബിയുടെ കാലശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ അതിപ്പോൾ ഇന്ന് കണ്ടുകിട്ടിയത്? അറേബ്യൻ മരുഭൂമിയിൽ ഈ സാധനങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ടല്ലോ. ആദ് വിഭാഗം ജീവിച്ചിരുന്ന പ്രദേശം, ഉബർ എന്നോ എങ്ങാണ്ടാണ് അതിൻ്റെ പേരിപ്പോൾ. ആ പ്രദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് ഖനനം ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. അവരുടെ നിവാസ ഗേഹങ്ങളും അവർ പാർത്തിരുന്ന സ്ഥലങ്ങളും ഒക്കെ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ വന്ന് പുറത്തേക്കെടുത്തു. മദായിന് സാലിഹ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പൊ ആളുകൾ അങ്ങോട്ട് ടൂർ പോകുന്നുണ്ട്. മദായിന് സാലിഹ് കണ്ടാൽ അവിടെ നിന്ന് പോരാൻ തോന്നൂല. ആ ജാതി നിർമ്മിതിയാണ് അവിടെ. കൊത്തുവേലകളും മറ്റുമൊക്കെയുള്ള വലിയ വലിയ കൊട്ടാരങ്ങളും വീടുകളും എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? മലകൾ തുരന്നിട്ടുണ്ടാക്കിയതാണ്. കല്ലുകൊണ്ടൊന്ന് അട്ടിവെച്ചുണ്ടാക്കിയതല്ല. നിലവിലുള്ള ഒരു മല അത് തുരന്നിട്ട് കൊട്ടാരാക്കി മാറ്റുക. എന്തുമാതിരി വലിയ ശില്പചാരുതിയാണ്
ചാതുരിയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇന്ന് നിലവിൽ അത് ലഭ്യമാണ്. ആളുകൾ ടൂറായിട്ട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അടുത്ത കാലഘട്ടത്തിൽ ഈ നാസയുടെ മറ്റോ ഉപഗ്രഹത്തിൽ നിന്ന് ലഭിച്ച ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ മണൽ കൂമ്പാരങ്ങൾ കൂടി എന്നൊക്കെ കണ്ടപ്പോൾ അവിടെ ചെന്നിട്ട് മാന്താൻ പറഞ്ഞിട്ട് മാന്തി നോക്കിയപ്പോൾ കിട്ടിയതാ. ഇത് ഒരു 2 ഉദാഹരണം കഥകൾ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ ഉദാഹരണം. ഇതെങ്ങനെ ഒരു സാധാരണ അറബി പറയാം? സാധാരണ അറബിക്ക് ഇതെങ്ങനെ അറിയും? അന്നത് അറിയില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ മരണപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും അത് അറിയില്ലായിരുന്നു. അടുത്ത കാലഘട്ടത്താണ് ഭൂമി കുഴിച്ചിട്ട് അത് പുറത്തേക്കെടുത്തത്. മദായിന് സാലിഹും ഉബർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ. അയ്യോ, അപ്പം അത് സാധാരണ അറബി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വെറുതെ പറയാം. ഒരു സാധാരണ അറബിക്കും അത് അറിയില്ല. ഏത് സാധാരണക്കാരനും പറയാൻ പറ്റിയ കാര്യങ്ങളാണ് അത്ര ഖുർആനിൽ. ഒറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. അറേബ്യയിൽ അന്ന് മുഹമ്മദ് നബി അല്ലാത്ത ഒരുപാട് സാധാരണക്കാരില്ലേ? അവരാരെങ്കിലും പറഞ്ഞ ചില വാക്കുകൾ ലോകം മുഴുവൻ അംഗീകരിക്കുകയും 23 വർഷം കൊണ്ട് അറേബ്യ മുഴുവൻ ഒരു സാമ്രാജ്യമായി മാറുകയും 100 കൊല്ലം കഴിയുന്നതിന് മുമ്പ് അറിയപ്പെട്ട ലോകത്തിൻ്റെ 1/3 ഭാഗം മുഴുവനും ഈ വിഭാഗത്തിൻ്റെ കയ്യിലായി മാറുകയും ലോകത്ത് ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ അംഗീകരിച്ചുകൊണ്ട് ഒരു വലിയ സംസ്കാരവും സംസ്കൃതിയും കെട്ടിപ്പടുത്ത ഒരു വാക്ക് പറഞ്ഞ ഒരു സാധാരണ അറബിയെ കാണിച്ചു തരും നിങ്ങൾ. ഒരു വാക്ക്, മുഹമ്മദ് നബി പറഞ്ഞ വാക്കുകൾ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ വാക്കിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്തുണ്ടാക്കിയെന്നറിയാമോ? സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി ഈ ലോകത്ത് വമ്പിച്ച പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച വാക്കുകളായിരുന്നു മുഹമ്മദ് നബി കൊണ്ടുവന്ന വാക്കുകൾ. എന്തുകൊണ്ട് അന്ന് വേറൊരു സാധാരണക്കാരനും പറഞ്ഞ വാക്കുകൾ കൊണ്ട് അങ്ങനെ ഉണ്ടായില്ല? ഏതോ ഒരു അറബിയുടെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ബുദ്ധിമാനായ അറബി, എഴുത്തും വായനയും അറിയാവുന്ന അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു അറബി. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ലോകം അംഗീകരിക്കുകയും ലോകം ഇത്തരത്തിൽ മാറുകയും ഇന്നും 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം 130 150 കോടി മനുഷ്യർ അത് നെഞ്ചേറ്റി അംഗീകരിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അത് പാലിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ സംസ്കൃതി സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു വാക്ക് ലോകത്തേതോ അറബി പറഞ്ഞിട്ടുണ്ടോ? ലോകത്ത് പണ്ടത്തെ 7-ാം നൂറ്റാണ്ടിലെ അറബി പറയണ്ട, ഇന്നത്തെ ഒരു ബുദ്ധിജീവിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കൊന്ന് പറയാമോ അങ്ങനത്തെ ഒരു വാക്ക്? അങ്ങനത്തെ ഒരു പുസ്തകം നിങ്ങൾക്കുണ്ടാക്കാമോ? ഖുർആന്റെ വെല്ലുവിളി അവിടെ ഉണ്ട്. വീണ്ടും ചോദിക്കുന്നു, അങ്ങനത്തെ ഒരു പുസ്തകം കേവലനായ 6-ാം നൂറ്റാണ്ടുകാരനായ 7-ാം നൂറ്റാണ്ടുകാരനായ എഴുത്തും വായനയും അറിയാത്ത ഒരു മുഹമ്മദ് സ്വന്തമായിട്ട് തോന്നിയതൊക്കെ എഴുതി വെച്ചതായിരുന്നു ഖുർആനെങ്കിൽ ഇന്ന് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ലേ, ശാസ്ത്രജ്ഞന്മാരോ എന്തൊക്കെയോ പേര് പറയണ വലിയ വലിയ വിവരമുള്ള ആൾക്കാർ, അവരോട് ആരെങ്കിലും ഒരു പുസ്തകം എഴുതാൻ പറ. ആ പുസ്തകം എഴുതിയിട്ട് ഇങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറയണം. സാമൂഹിക നിയമങ്ങൾ, ഇസ്ലാമിക സാമൂഹിക നിയമങ്ങളോട് കിടപിടക്കാൻ പറ്റിയ സാമൂഹിക നിയമങ്ങൾ എഴുതി വെച്ച വല്ല പുസ്തകവും ലോകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഏത് വലിയ വിവരമുള്ളവനായാലും. വെല്ലുവിളിയൊന്നും പറയണ്ട, ഞാൻ ചോദിക്കുകയാണ് ചുമ്മാ. ഒരു പുസ്തകം കാണിച്ചു തരണം, ആരോ എഴുതിയത്, അതിലൊരുപാട് സാമൂഹിക നിയമമുണ്ട്, അത് ഇസ്ലാമിലെ സാമൂഹിക നിയമങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു പുസ്തകം 1400 കൊല്ലമായിട്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്ര വികസിച്ചിട്ട് എഴുതിയുണ്ടാക്കാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. അത് 6-ാം നൂറ്റാണ്ടിൽ എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിന് തോന്നിയത് എഴുതിയതല്ല. തോന്നിയത് എഴുതുകയാണെങ്കിൽ അതിനേക്കാൾ വിവരമുള്ള ആൾക്കാരല്ലേ നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഈ ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ വളരെ വിദ്യാസമ്പന്നരാണെന്നാണ് പറയണത്. പ്രൊഫസർമാരാണ്, അവർ മാഷന്മാരാണ്, അവർ ടീച്ചർമാരാണ്, അവരാരൊക്കെയാണ്. നിങ്ങൾക്ക് അതിനേക്കാൾ വിവരമില്ലേ? എന്നാൽ നിങ്ങളൊന്ന് എഴുതിയിട്ട് ആ ഒരു പുസ്തകം, എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിക്ക് നോക്കാമല്ലോ. പറ്റിയിട്ടില്ല. സാമ്പത്തിക നിയമങ്ങൾ, ഖുർആനിൽ സാമ്പത്തിക നിയമമുണ്ട്, മുഹമ്മദ് നബി അവതരിപ്പിച്ചു തന്നതാ. അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക നിയമം അവതരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു നൊബേൽ പ്രൈസ് കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന് സാധ്യമാണോ? അയാൾ എഴുതിയതൊരു പുസ്തകം കൊണ്ടുപോവാ നോക്കാമല്ലോ, ഖുർആനേക്കാൾ മെച്ചമാണോ എന്ന് കാണിക്കാൻ കഴിയില്ല. അങ്ങനൊരു സാധനം ഇല്ല. അപ്പം പിന്നെ അത് സാധാരണ മുഹമ്മദ് എന്തോ എഴുതിയതൊന്നും ആവില്ല. വിവരം ഇല്ലെങ്കിൽ ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവരമെങ്കിലും ഉണ്ടായാൽ നല്ലതാ. അത് വിവരമില്ലാതെ ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ്, ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ്, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ, അതുകൊണ്ട് ഞങ്ങൾ പറയാം നിങ്ങളൊക്കെ അനുസരിക്കുക എന്നുള്ള ഒരു വലിയേട്ടൻ നയം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊന്നുമല്ല, ഒരു കീടം പോലുമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിജീവിയും ഖുർആനിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കെൽപ്പൊന്നും ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് കേവലം ഒരു മുഹമ്മദ് തോന്നിയതെല്ലാം എഴുതിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അത് ഒരു തവണ വായിച്ചവരതൊരിക്കലും പറയില്ല.
രാഷ്ട്രീയ നിയമങ്ങളോ യുദ്ധ നിയമങ്ങളോ ഇനി എന്ത് നിയമമായിരുന്നാലും ശരി, മുഹമ്മദ് നബി കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ പറയുന്ന നിയമത്തെക്കാൾ മികച്ച മെച്ചപ്പെട്ട ഒരു നിയമം ഒരു പുസ്തകത്തിലും ഒരു ബുദ്ധിജീവി ഇതുവരെ എഴുതിയിട്ടില്ല. ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പറയണത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെന്താണ് മുഹമ്മദ് നബി എഴുതിയെന്ന് പറയുന്നത്? വിവരമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട്. അപ്പോൾ അറിവില്ലാതെ കുറേ കാര്യങ്ങൾ, ചരിത്രം അറിയാതെ, ഖുർആൻ എന്താണെന്നറിയാതെ, ഇസ്ലാം എന്താണെന്നറിയാതെ, അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ കാര്യങ്ങൾ വളരെ പഴയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ എതിർത്ത് വിശ്വാസികളിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടി മാത്രം ഓറിയന്റലിസ്റ്റുകളോ അതിനോട് തുല്യരായ ആളുകളോ എഴുതി വെച്ച പുസ്തകങ്ങൾ അപ്പടി കോപ്പി അടിച്ചിട്ട് അതേ വാദങ്ങൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് നിലവിലുള്ള മുസ്ലിം സമൂഹത്തെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ, അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ സ്വന്തം ആളുകളെ റിക്രൂട്ട് ചെയ്ത് വിശ്വാസികളായ കുട്ടികളെ ചെവിയിൽ മന്ത്രിച്ച് അവരെ വഴിപഴപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും കൃത്യമായി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നത് വളരെ ആവശ്യമാണ്. പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ മുമ്പ് കാലത്തെ അപേക്ഷിച്ച് മതപഠനത്തിൻ്റെ ആഴം കുറഞ്ഞു വരുന്നു. മതം പഠിക്കാൻ ആളില്ല. അതൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. മദ്രസകൾ പൂട്ടിത്തുടങ്ങി. ആഴ്ചയിൽ 6 ദിവസം നടന്നിരുന്ന മദ്രസ ഇപ്പം എല്ലാം കൂടി കഷ്ടിച്ച് ഞായറാഴ്ച മാത്രം എങ്ങനെ ഉന്തിപ്പോവുക, അത് തന്നെ 2 മണിക്കൂർ കുട്ടികൾ വന്നെങ്കിലായി എന്ന രൂപത്തിലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മതപഠനം ഏതാണ്ട് അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ താല്പര്യമില്ല. അത് മാറ്റിവെച്ച് മറ്റെന്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിവരമില്ലാത്ത, അറിവില്ലാത്ത, മതപരമായി ആഴത്തിൽ വിവരമില്ലാത്ത ഒരു പുതിയ തലമുറ പുറത്തേക്ക് വരുമ്പോഴേ അവരോട് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കും. ഇത് മുഹമ്മദ് നബി എഴുതിയതാന്ന് പറഞ്ഞാൽ ആന്ന് പറയും. പടച്ചോൻ ഇല്ലേ, എന്നാ പിന്നെ ഇല്ല എന്ന് പറയും. കാരണം അത് ഉണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ഒരു അറിവ് അവർക്കില്ല. ഈ ഒരു തലത്തിലേക്കാണ് മുസ്ലിം സമൂഹത്തിൻ്റെ മതപഠനവും അറിവും ഒക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ശ്രമം ചിലപ്പോൾ ഫലവത്താകണം എന്നില്ല. അടിസ്ഥാനപരമായി വളർന്നു വരുന്ന തലമുറയിലാണ് വിശ്വാസവും അറിവും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അറിവിൽ നിന്നാണ് വിശ്വാസം രൂപപ്പെടേണ്ടത്. അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങളല്ല, അറിവിലൂടെ രൂപപ്പെട്ടു വരുന്ന വിശ്വാസം വേണം. അതിന് മാത്രമേ എവിടെയും പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ്, കരുത്തുണ്ടാവുകയുള്ളൂ. ആ കരുത്തുറ്റ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് ഈ ഒരു പരിപാടി സ്വാഗതാർഹമാണ് എന്ന് മാത്രമല്ല, ഇത് ഒരു പരിപാടിയോടുകൂടി നിർത്തരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. കാരണം ഇപ്പോൾ അല്പം സീരിയസ് ആണ് കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ സമൂഹത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ചും അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പല രീതികളുള്ളതിൽ ഒരു രീതി ഇതാണ്. വിദ്യാസമ്പന്നരെന്നോ ശാസ്ത്രജ്ഞരെന്നോ ശാസ്ത്രമറിയാവുന്ന ആളുകൾ എന്നോ ഉള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് മതത്തെ മൊത്തം വിമർശിച്ചുകൊണ്ട് ശാസ്ത്രമാണ് ശരി എന്ന് അവർ പറയാം. ശാസ്ത്രം ശരിയാണോ അല്ലേ, ശാസ്ത്രത്തോട് നമുക്ക് എതിർപ്പില്ല. മാത്രമല്ല, ശാസ്ത്രം എന്നത് ഈ പറയുന്ന ആളുകളുടെ കുത്തകയൊന്നുമല്ല. അതുണ്ടാക്കിയത് ഇവരാരുമല്ല, മതവിശ്വാസികൾ തന്നെയാണ്. അത് സമർത്ഥിക്കണമെങ്കിൽ ഒരു ക്ലാസ് വേറെ വേണ്ടി വരും. അപ്പോൾ ശാസ്ത്രം എന്നത് ആരുടെയും കുത്തകതയല്ല. ശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിരീശ്വരത്വമാണെന്നാണ് ഇവർ പറയണത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നിരീശ്വരത്വമാണ് എന്നാണ്. അത് പുതിയ വാദമാണ്. ശാസ്ത്രം നിരീശ്വരത്വമല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ദൈവമുണ്ടാക്കിയ നിയമം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ പേരാണ് ശാസ്ത്രം. അതല്ലാതെ അതിൽ നിരീശ്വരത്വം ഇല്ല. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് കണ്ടുപിടിച്ചാൽ ശാസ്ത്രം. അത് എത്ര വേഗതയിൽ എന്ന് കണ്ടുപിടിച്ചാൽ ശാസ്ത്രം. അതെന്തായി കണ്ടുപിടിക്കുന്നത്? പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച സൂര്യനെ, പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഭൂമി വലം വയ്ക്കുന്നു. അത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണെന്ന് ആ നിയമം കണ്ടുപിടിക്കുന്നതിൻ്റെ പേരാണ് ശാസ്ത്രം. അതല്ലാതെ അത് ദൈവവിരുദ്ധമല്ല. ദൈവത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യൻ കണ്ടെത്തുന്നു എന്നതിൻ്റെ പേര് മാത്രമാണല്ല. അതുകൊണ്ട് അത് നിരീശ്വരത്വമാവില്ല, അത് ഈശ്വരത്വത്തിലേക്കാണ് കൂടുതൽ ചാഞ്ഞു കിടക്കുന്നത്. ശാസ്ത്രം പഠിക്കുന്തോറും മനുഷ്യൻ ഈശ്വരത്വത്തിലേക്കാണ്, ദൈവവിശ്വാസത്തിലേക്കാണ് കൂടുതൽ മാറുക. നിഷ്പക്ഷമായി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിർത്തുകയാണ്. പറഞ്ഞത് 6 വിമർശനങ്ങളും അതിനുള്ള അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഞാൻ വരുമ്പോൾ ഉദ്ദേശിച്ചത്.
ഇത്രയും സമയം ഇവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.